പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട യൗവനം കവരുന്ന യക്ഷി എന്ന കഥയുടെ അവസാന ഭാഗമാണിത്. കൂട്ടുകാരിലാരെങ്കിലും ആദ്യ ഭാഗം കണ്ടിട്ടില്ല എങ്കിൽ ദയവായി ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം അവസാന ഭാഗം കാണുക. കഥയിലേക്ക് നമുക്ക് കടക്കാം. ഞായറാഴ്ച വൈകുന്നേരമാണ് നമ്പ്യാർ വീട്ടിൽ തിരിച്ചെത്തിയത്. ഇനി ലീല വരില്ലല്ലോ എന്നൊരു സമാധാനം എനിക്കും കിട്ടി. ഭക്ഷണവും മറ്റും കഴിഞ്ഞ് സുഖമായി ഞാൻ ഉറങ്ങി. പക്ഷേ രാത്രിയിൽ യക്ഷി വന്നു. എന്റെ കവിളിൽ ശക്തിയായി അടിച്ചു. യക്ഷിക്ക് ദേഷ്യമാണെന്ന് മനസ്സിലായി. കൂപ്പുകൈകളോടെ ഞാൻ ക്ഷമാപണം നടത്താൻ തുടങ്ങിയെങ്കിലും അവൾ ഇരുളിൽ മറഞ്ഞു. കുറച്ചുനേരം അന്തരീക്ഷത്തിലിങ്ങനെ ക്ഷമാപണം നടത്തി. പിന്നെയും ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങിയ ഉടനെ അവൾ എൻ്റെ മറ്റേ കവിളിൽ ഒരു അടി തന്നു. ഞാൻ ക്ഷമാപണം ചെയ്ത് വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുകെ മറുകവിളിൽ വീണ്ടും അടിച്ചു. ഇത് രാത്രി മുഴുവനും സംഭവിച്ചു. ഇപ്പോൾ എനിക്ക് ഈ തല്ല് ശീലമായി പോയി. അതിനാൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ കാര്യമായി ആലോചന തുടങ്ങി. ഇവിടെ താമസിക്കുന്നത് അപകടമാണ് എന്നതിനാൽ എത്രയും വേഗം ഈ വീട് മാറാം എന്നൊരു ചിന്തയും മനസ്സിലുദിച്ചു. ഇനിയും കയ്യിൽ കുറേ പണം ഉള്ളതിനാൽ എൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ ആലോചിച്ചു. എൻ്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തത് എൻ്റെ സുഹൃത്ത് ഗിരിധരൻ ആയിരുന്നു. അവനോട് പ്രതികാരം ചെയ്യാനും എൻ്റെ സ്വത്ത് തിരിച്ചു പിടിക്കാനും ഞാൻ ആഗ്രഹിച്ചു. യക്ഷി എൻ്റെ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ഇപ്പോൾ സ്ഥിതി അതല്ലല്ലോ. രാത്രി മുഴുവനും അവളെന്നെ അടിച്ചുകൊണ്ടിരുന്നു. അതിനാൽ എൻ്റെ അവസ്ഥ വഷളായി. യക്ഷിക്ക് നൽകിയ വാക്ക് ഞാൻ ലംഘിച്ചു. ലീലയോട് അവളെക്കുറിച്ച് പറഞ്ഞു. ലീലയുമായി വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതായത് 2 ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചു. അതിൻ്റെ അനന്തരഫലങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഉച്ചവരെ ഞാൻ ഉറങ്ങി. ഉറക്കമുണർന്നപ്പോൾ നല്ല വിശപ്പ് അനുഭവപ്പെട്ടു. ലീല ഭക്ഷണവും കൊണ്ട് വരേണ്ട സമയം ആയിരിക്കുന്നു. പക്ഷേ അവൾ വന്നില്ല. ഇതെന്നെ അല്പം ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ പിന്നീട് ഞാൻ എണീറ്റ് പല്ലുതേപ്പും കുളിയും മറ്റും കഴിഞ്ഞ് പുറത്തിറങ്ങി. പിൻവശത്തെ വാതിൽ തുറന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. ഞാൻ നമ്പ്യാരുടെ വീട്ടിൽ ചെന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീട് മുഴുവൻ ശൂന്യമായി കിടക്കുന്നു. ഇത് വളരെ വിചിത്രമായിരുന്നു. കാരണം സാധാരണയായി വീടടഞ്ഞു കിടക്കാറില്ല. 2 പേരിൽ ഒരാളോ മറ്റോ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്പ്യാരുടെ കടയും അടഞ്ഞുകിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അയൽക്കാരനോട് ചോദിച്ചു. അയാൾ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി പറഞ്ഞു. ഓടി അവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല എന്ന് തോന്നി എൻ്റെ കടയിൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കസ്റ്റമർ വന്നു. പതിവ് പോലെ ഞാൻ അവനെക്കുറിച്ച് യക്ഷിയോട് മനസ്സിൽ ചോദിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ എനിക്കെൻ്റെ തെറ്റു മനസ്സിലായി. എന്നിട്ട് സ്വയം ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് യക്ഷിയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങി. എൻ്റെ ചോദ്യങ്ങൾക്ക് അവൾ മറുപടി പറഞ്ഞു. എനിക്ക് സന്തോഷം അടക്കാനായില്ല. യക്ഷി എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ കരുതി. ഇപ്പോൾ ഞാൻ സാധാരണ നിലയിലേക്ക് മടങ്ങി. ഞാൻ മനസ്സിൽ അവളോട് നന്ദി പറഞ്ഞു. നമ്പ്യാർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ലീലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അയാൾ സങ്കടത്തോടെ പറഞ്ഞു. അതിരാവിലെ അവൾ തലകറക്കം കാരണം വീണുപോയി. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ശരീരത്തിൽ രക്തമില്ല. അനീമിയാണ് പോലും. ലീല മെലിഞ്ഞിരുന്നു. പക്ഷേ അനീമിയ പോലെയൊന്നും അവളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്പ്യാർ തുടർന്നു. രക്തക്കുറവ് കാരണം ശരീരത്തിൽ മഞ്ഞനിറം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. തളർച്ചയും എപ്പോഴും അലസതയും. അനീമിയയുടെ ഈ ലക്ഷണങ്ങളെല്ലാം അവളിൽ കാണുന്നുണ്ട്. ഇന്നലെ വരെ നല്ല ആരോഗ്യത്തിൽ കണ്ടതല്ലേ. എത്ര പെട്ടെന്നാണ് വിളർച്ച വന്നത്. ലീലയെ കാണാൻ രാത്രിയിൽ നമ്പ്യാരോടൊപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നഴ്സ് പറഞ്ഞു ലീലയ്ക്ക് ധാരാളം രക്തസ്രാവം ഉണ്ടായെന്ന്. അതുകാരണം രക്തം കുറവായിരുന്നു. അതുവരെ 2 കുപ്പി രക്തം കയറ്റിയിരിക്കുന്നു. നമ്പ്യാർ തനിച്ചായിരുന്നു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ തിരക്കിലായിരുന്നു അയാൾ. അതിനാൽ അയാളോട് വീട്ടിൽ പോയി വിശ്രമിക്കാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാവൽ നിന്നു. ആദ്യം നമ്പ്യാർ അത് സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന പ്രകാരം അയാൾ ഞാൻ പറഞ്ഞത് അനുസരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ താമസിച്ചു. രാത്രി 12 മണിയോടടുത്തപ്പോൾ
പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഭാരം അനുഭവപ്പെട്ടു തുടങ്ങി. അല്പസമയത്തിനകം ഞാൻ ഉണർന്നു. കണ്ണുകൾ തുറന്ന് ഞാൻ കണ്ട കാഴ്ച തീർത്തും ഭയാനകമായിരുന്നു. ലീലയുടെ ഗൗൺ മുകളിലേക്ക് ഉയർത്തി യക്ഷി അവളുടെ സ്വകാര്യ ഭാഗത്തു നിന്ന് രക്തം കുടിക്കുന്നു. ഞാൻ തടയാൻ ശ്രമിച്ചപ്പോൾ അവൾ എന്നെ ശക്തിയായി അടിച്ച് ദൂരേക്കെറിഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ യക്ഷി ഇടതു കൈയാൽ എന്റെ കഴുത്തിൽ പിടിച്ചു. അവളുടെ ബലിഷ്ഠമായ നഖങ്ങൾ എന്റെ കഴുത്തിൽ തുളച്ചു കയറി. അവൾ മുറുമുറുപ്പോടെ പറഞ്ഞു, മിണ്ടാതിരുന്നോളണം. നീ എന്നെക്കുറിച്ച് ഇവളോട് പറഞ്ഞു. അതുകൊണ്ട് ഇവളെ ഞാൻ ജീവനോടെ വിടുകയില്ല. ഇവളെ കൊന്നുകഴിഞ്ഞാൽ നിന്റെ ഊഴമാണ്. എന്റെ കഴുത്തിലെ സമ്മർദ്ദം കൂടിക്കൂടി വന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നത് അനുഭവപ്പെട്ടു. അവൾ എന്നെ ടെറസിലേക്ക് എറിഞ്ഞു. പേടിച്ചു വിറച്ച ഞാൻ തളർന്നു വീണു. അവൾ വീണ്ടും ലീലയുടെ അടുത്തേക്ക് മടങ്ങി. ലീലയുടെ രക്തം ഊറ്റിക്കുടിക്കുന്നത് തുടർന്നു. ലീല ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഉറക്കമുണർന്നപ്പോൾ അവസ്ഥ പഴയതിനേക്കാൾ മോശമായിരുന്നു. കാരണം എനിക്കറിയാമായിരുന്നു. പക്ഷേ ആരോടും പറയാൻ കഴിഞ്ഞില്ല. വരാൻ പോകുന്ന എന്റെ മൃഗീയമായ മരണത്തെ കാത്ത് ഞാൻ ഭയന്നിരുന്നു. നമ്പ്യാർ രാവിലെ തന്നെ വന്നു. ഹോസ്പിറ്റൽ കാവലിൽ നിന്ന് മോചിതനായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ വന്ന് കുളിയും മറ്റും കഴിഞ്ഞ് ഞാൻ റെഡിയായി. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ലീലയെ രക്ഷിക്കാൻ ശ്രമിക്കണം. പാവം, അവളെന്ത് പിഴച്ചു? ഞാൻ വഴികൾ ആലോചിച്ചിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. എല്ലാ വഴികളും അടയുന്നതല്ലാതെ ഒന്നും ഒരു സമാധാനം തരുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് ആ മഹാനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. അത് മറ്റാരുമല്ല, എന്റെ ഗുരുവായ ദുർമന്ത്രവാദിക്ക് മാത്രം. ഞാൻ ആ ചുടലക്കളം ലക്ഷ്യമാക്കി നീങ്ങി. ചുട്ടുപൊള്ളുന്ന സൂര്യനെ പോലെ എന്റെ ഉള്ളം വിങ്ങി. അവിടെ എത്തിയപ്പോൾ ഞാൻ എന്റെ സുഹൃത്ത് ദിലീപിനെ കണ്ടു. എന്നെ കണ്ടപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. പക്ഷേ അവന്റെ ജോലി നടക്കുന്നതിനാൽ കുറച്ചു സമയം കാത്തിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വളരെ തിരക്കിലായിരുന്നു. ലീലയുടെ അവസ്ഥയോർത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, ഗുരു എവിടെ? ഗുരു അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദിലീപ് അവന്റെ കുടിലിലേക്ക് കൈ ചൂണ്ടി. അവൻ എന്നോട് കുടിലിലിരിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് ഞാൻ കരുതി. ഞാൻ അല്പം വിഷമത്തോടെ അവന്റെ കുടിലിന്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ കുടിലിനുള്ളിൽ പ്രവേശിച്ചയുടനെ കണ്ടത് ഗുരു അവിടെ നിലത്ത് സുഖമായി ഉറക്കുന്നതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഗുരുവിന്റെ അരികിൽ 2-3 കുപ്പി മദ്യം കിടപ്പുണ്ടായിരുന്നു. അവയെല്ലാം ശൂന്യമായിരുന്നു. ഗുരു എഴുന്നേൽക്കുന്നതും കാത്ത് ഞാൻ അവിടെ തന്നെയിരുന്നു. അപ്പോൾ സമയം രാവിലെ 9 മണിയോട് അടുത്തിരുന്നു. ഏകദേശം 10 മണിയായപ്പോൾ ദിലീപ് തന്റെ കുടിലിൽ തിരിച്ചെത്തി എന്നോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ പരിഹാരം എനിക്ക് ഗുരുവിൽ നിന്ന് വേണം. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. സമയമില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഉറക്കം നശിപ്പിക്കാൻ തോന്നിയില്ല. അതൊരു നല്ല പ്രവൃത്തിയായി എനിക്ക് തോന്നിയില്ല. പക്ഷേ ദിലീപിന് ഗുരു ഒരു സുഹൃത്തായിരുന്നു. അവൻ കുലുക്കി വിളിച്ചുണർത്തി. എടാ, എണീക്കടാ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഒരുപാട് കുലുക്കി വിളിച്ചതിന് ശേഷമാണ് ഗുരു എഴുന്നേറ്റത്. ഗുരു പറഞ്ഞു, എന്താ പറ്റിയത്? എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. നിന്റെ ആരെങ്കിലും ചത്തോ? ദിലീപ് അതിന് മറുപടിയായി പറഞ്ഞു, ഏയ് നോക്കൂ, നിന്റെ ശിഷ്യനിരിക്കുന്നു. അയാൾക്ക് നിന്നെക്കൊണ്ടൊരു കാര്യമുണ്ട്. എന്റെ ഗുരുവിന്റെ വായിൽ നിന്ന് വീണ്ടും ഒരു വലിയ തെറി വന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ആ വിദ്യ ചെയ്യുന്നതിനു മുമ്പ് ഞാൻ നിന്നോടെല്ലാം പറഞ്ഞിരുന്നു. യക്ഷിക്ക് അടിമയാണ് നിന്റെ ശരീരം. അത് മറ്റൊരു പെണ്ണിന് പങ്കുവെക്കരുതെന്ന്. തുണയില്ലാത്ത പെണ്ണിനെ കണ്ട് അവനെല്ലാം മറന്നുപോയി. ഇപ്പോൾ യക്ഷി നിന്നെയും ആ പെൺകുട്ടിയെയും ജീവനോടെ വിടില്ല. ഞാൻ ഗുരുവിന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, സ്വാമി, ഞാനൊരു തെറ്റ് ചെയ്തു. പക്ഷേ ഞാൻ കാരണം അവളുടെ ജീവിതം എന്തിനു നശിപ്പിക്കണം? എന്നോട് ക്ഷമിക്കൂ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഗുരു പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അവളൊരു യക്ഷിയാണ്. അവൾ ആരെയും മൈൻഡ് ചെയ്യില്ല, ആരെയും പരിഗണിക്കില്ല, ആരോടും ക്ഷമിക്കുകയില്ല. ഞാൻ വീണ്ടും ഗുരുവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞു, സ്വാമി, നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ അവളെ സംരക്ഷിക്കാൻ കഴിയൂ. തെറ്റ് എന്റേതായിരുന്നു. പക്ഷേ അതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കുകയാണ്. കുറെ നേരം ഞാൻ ഗുരുവിന്റെ കാലിൽ പിടിച്ച് കരഞ്ഞു. ഒടുവിൽ ഗുരുവിന് ദേഷ്യം വന്നു.
പക്ഷേ ദേഷ്യമടക്കി അയാളൊരു പോംവഴി പറഞ്ഞു. ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവളുടെ ജീവന് പകരം നിന്റെ ജീവൻ കൊടുക്ക്. ഞാൻ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ശരി ഗുരു, ഇതിനും ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് ദിലീപ് എന്റെ രക്ഷയ്ക്കായി വന്നത്. അവൻ ഗുരുവിനോട് പറഞ്ഞു, നീ സ്വയം ഉത്തമനെന്ന് വിളിക്കുന്നു. നിന്റെ ശിഷ്യനെ ഒരു യക്ഷിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് എന്താ പ്രയോജനം? ദിലീപ് പറഞ്ഞത് കേട്ട് ഗുരു ഞെട്ടി. ഗുരു ദേഷ്യപ്പെട്ട് പറഞ്ഞു, എന്റെ സിദ്ധിയെക്കുറിച്ച് നീ പറയും അല്ലേ? മരിച്ചവരെ ദഹിപ്പിക്കുകയല്ലാതെ നീ എന്താണ് പഠിച്ചത്? സാധനസിദ്ധിയെക്കുറിച്ച് നിനക്കെന്തറിയാം? യക്ഷിയെക്കുറിച്ച് നിനക്കെന്തറിയാം? ഇവൻ ഞാൻ തന്നെയാണ്. എന്റെ ശക്തി തന്നെയാണ് ഇവനിലുമുള്ളത്. അതുകൊണ്ട് മാത്രമാണ് യക്ഷി അവനെ ജീവനോടെ നിലനിർത്തിയത്. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ രക്തം കുടിച്ച ശേഷം അവൾ ഇവന്റെ എല്ലും തോലും ബാക്കിയിട്ടിട്ട് പോയേനെ. ദിലീപ് മുട്ടുകുത്തിയിരുന്നു എനിക്ക് വേണ്ടി ഗുരുവിനോട് കെഞ്ചി. അവൻ ഗുരുവിന്റെ കൈപിടിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇവനെ രക്ഷിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെയും രക്ഷിക്കാം. ദിലീപിന്റെ അപേക്ഷയിൽ ഗുരുവിന് ദേഷ്യം വന്നു. അതെ, എനിക്ക് ഇവനെ രക്ഷിക്കാൻ കഴിയും. പക്ഷേ നിന്റെ സുഹൃത്ത് ഒരു തെണ്ടിയാണ്. ഒരു സ്ത്രീയെ എവിടെ കണ്ടാലും അവന്റെ കൺട്രോൾ പോകും. തന്തയില്ലാത്തവൻ. ഞാനൊന്നിനും കൊള്ളാത്ത ഒരുത്തനെ എന്റെ ശിഷ്യനാക്കി. എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു, കന്നിമാസത്തിലെ നായ്ക്കൾ നിന്നേക്കാൾ ഭേദമാണ്. ഞാൻ ഗുരുവിന്റെ വായിൽ കിടക്കുന്ന എല്ലാ അധിക്ഷേപങ്ങളും കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞാൻ അഭയം തേടി. കാരണം അദ്ദേഹത്തിന് മാത്രമേ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്നെനിക്കറിയാമായിരുന്നു. ഇപ്പോൾ ദിലീപും എനിക്ക് പിന്തുണയായി വന്നു. ദിലീപിന്റെ അപേക്ഷയും ഞാനുമായുള്ള ബന്ധവും കാരണം ഗുരു ഒടുവിൽ എന്നെ സഹായിക്കാൻ സമ്മതിച്ചു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതും നീണ്ടതും സങ്കീർണവുമായ ഒന്നാണെന്ന് ഗുരു പറഞ്ഞു. 3 ദിവസമെടുക്കും പൂജ. 3 ആടിനെ ബലി കൊടുക്കും. അതിലും യക്ഷി തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഒരു പോത്തിനെ ബലി കൊടുക്കേണ്ടി വരും. അതിലും പ്രീതിപ്പെട്ടില്ലെങ്കിൽ ആർക്കും പിന്നെ അവളെ ബോധ്യപ്പെടുത്താനാകില്ല. ഇതുകൂടാതെ ചേരുവകളുടെ ഒരു നീണ്ട പട്ടികയും ഉണ്ടായിരുന്നു. അതിൽ മദ്യക്കുപ്പികളും വ്യത്യസ്ത തരം മാംസങ്ങളും വിചിത്രമായ പല കാര്യങ്ങളും ഉൾപ്പെടുന്നു. ആകെ 1,50,000 രൂപ ചെലവ് പറഞ്ഞു. അതിൽ പോത്തിന്റെ വിലയും ഉൾപ്പെടുന്നു. പിശാചിനിയുടെ അനുഗ്രഹത്താൽ ഞാനുണ്ടാക്കിയ പണം, അതെല്ലാം അങ്ങനെ പൂജയ്ക്കായി ഞാൻ ചെലവഴിച്ചു. അന്നു രാത്രി മുതൽ പൂജാതി കർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചു. രാത്രിയായി. ഒരുക്കങ്ങൾ പലതും നടത്തിയിരുന്നു. ആരും പോകാത്ത ചുടലപ്പറമ്പിന്റെ ഒരു മൂലയിൽ നല്ല ഇരുട്ടായിരുന്നു. അവിടെ ഒരു ചിത അലങ്കരിച്ചിരുന്നു. എന്തിനാണ് ഈ ഒഴിഞ്ഞ ചിത അലങ്കരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. 2-3 ചിതകൾ ഇതിനകം അവിടെ കത്തിക്കൊണ്ടിരുന്നു. അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. പതിയെ രാത്രി ഇരുട്ടി തുടങ്ങി. ചുറ്റും മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാവുന്ന തരത്തിൽ നിശബ്ദത പരന്നിരുന്നു. ഗുരു എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തോന്നി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. എടാ മരത്തലയാ, ഉറക്കം തൂങ്ങുന്നത് നിർത്തിക്കോ. ഇത് കണ്ടാൽ തോന്നും എന്റെ എന്തോ കാര്യത്തിന് ഞാൻ നിന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണെന്ന്. എന്തും അധ്വാനമില്ലാതെ വേണം ഇവന്. അതും എളുപ്പത്തിൽ. നീ കുഴിയിൽ ചാടിയതിൽ എനിക്ക് ഒരു അത്ഭുതവും തോന്നുന്നില്ല. തലയ്ക്ക് ഒരു കൊട്ടും കൂടി കിട്ടിയപ്പോൾ ഞാൻ എണീറ്റിരുന്നു. ഏകദേശം 11 മണിയായി കാണും. പുഴയിലൂടെ എന്തോ ഒന്ന് ഒഴുകി വരുന്നത് കണ്ടു. അത് ഒരു മരത്തടി പോലെ കാണപ്പെട്ടു. അത് കണ്ടതും ഗുരു എനിക്ക് സിഗ്നൽ തന്നു. ഞങ്ങൾ രണ്ടുപേരും നദിയിലേക്ക് ചാടി. ഞാൻ ഗുരുവിന്റെ കൂടെ നീന്തുകയായിരുന്നു. അദ്ദേഹം ചെന്ന് ആ മരത്തടിയിൽ പിടിച്ച് കരയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ഞാനത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങി. തൊട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സ്നിഗ്ധത തോന്നി. അതൊരു സ്ത്രീയുടെ ശരീരമായിരുന്നു. വെള്ളത്തിൽ കിടന്നതിനാൽ അത് മരമുട്ടി പോലെയായി മാറിയതാണ്. എങ്ങനെയൊക്കെയോ ആ ശരീരം വലിച്ചുകൊണ്ട് ഞാൻ നദീതീരത്തെത്തി. അവിടെ അരണ്ട വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ അത് വ്യക്തമായി കാണാമായിരുന്നു. ഒരു മധ്യവയസ്കയുടെ ശരീരമായിരുന്നു അത്. ഒരു പക്ഷേ 40-45 വയസ്സ്. ശവശരീരം വലിച്ച് കരയിലേക്ക് കയറ്റിയ ശേഷം ഞങ്ങൾ അതിനെ ചിതമൊരുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. രാത്രിയായതിനാൽ ശ്മശാനം മുഴുവൻ ആളൊഴിഞ്ഞിരുന്നു. ആ ചുറ്റുവട്ടത്തൊങ്ങും ജീവനുള്ള ആരെയും കാണുവാനില്ല. എന്തായാലും ആളുകൾക്ക് രാത്രിയിൽ ശ്മശാനത്തിൽ പോകാൻ ഭയമാണ്. അതിൽ നിന്ന് മാറി നിൽക്കാനാണ് അവർ ശ്രമിക്കുക. എന്തുതന്നെയായാലും
അലങ്കരിച്ച ചിതയുടെ അരികിൽ അവളുടെ ശരീരം നിലത്ത് കിടത്തി. അതിനുശേഷം ഗുരു തന്റെ ശിരസിന് സമീപം 4 മുഖമുള്ള വിളക്ക് കത്തിച്ചു. ഇരുണ്ട രാത്രിയിൽ അതിന്റെ ഇളം മഞ്ഞ വെളിച്ചം മിന്നിമറയുന്നുണ്ടായിരുന്നു. ശാന്തമായി ഒഴുകുന്ന നദിയുടെ ശബ്ദം എന്റെ കാതുകളിൽ പതിഞ്ഞിരുന്നു. ആ അന്ധകാരത്തിൽ ചീവീടിന്റെ ശബ്ദം കൂടെ വന്നപ്പോൾ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. പോരാത്തതിന് മുന്നിലൊരു ശവശരീരവും. ഞാൻ പേടിച്ച് മൂത്രമൊഴിച്ചില്ല എന്നേ ഉള്ളൂ. ഗുരു തന്റെ കർമ്മങ്ങളിലൂടെയും മന്ത്രശക്തികളിലൂടെയും പിശാചിനിയെ ആവാഹിക്കാൻ തുടങ്ങി. ഒരു കറുത്ത ആടിനെ കെട്ടിയിട്ടു. പിന്നീട് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഗുരുവിന്റെ മന്ത്രം ചൊല്ലൽ വളരെ നേരം നീണ്ടുനിന്നു. മന്ത്രോച്ചാരണത്തിന്റെ ശബ്ദം ആ വിജനമായ അന്തരീക്ഷത്തിൽ ഭയം ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂറോളം മന്ത്രം ജപിച്ചിരിക്കണം. പെട്ടെന്ന് ശരീരത്തിന് അനക്കം തുടങ്ങി. എന്തു ചെയ്യണമെന്ന് ഗുരു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ആ ശരീരത്തിൽ ഒരു ഇളക്കമുണ്ടായപ്പോൾ തന്നെ ഞാൻ അതിന്റെ വായിൽ ഒരു കുപ്പി മദ്യം തല കീഴായി വെച്ചു. ഗട്ട് ഗട്ട് എന്ന ശബ്ദത്തോടെ ആ കുപ്പി കാലിയാക്കി. എന്നിട്ട് ഞാൻ അതിന്റെ വായിൽ ഒരു ഇറച്ചിക്കഷ്ണം തള്ളി. അത് ഭയങ്കര സീൽക്കാരത്തോടെ ഇറച്ചി ചവയ്ക്കുന്ന ശബ്ദം വന്നു തുടങ്ങി. ഒന്ന് സങ്കൽപ്പിക്കുക, ഒരു മൃതശരീരം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നു. പെട്ടെന്ന് അത് മദ്യവും മാംസവും കഴിക്കാൻ തുടങ്ങുന്നു. പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? പേടിച്ച് പണ്ടാരമടങ്ങില്ലേ? എന്റെ അവസ്ഥയും ഏറെക്കുറെ സമാനമായിരുന്നു. ഗുരു മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. 10-15 മിനിറ്റിന് ശേഷം ശവശരീരം എഴുന്നേറ്റിരുന്ന് കൈകൾ വിടർത്തി. ഞാൻ ഒരു മദ്യക്കുപ്പി അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ 11 മദ്യക്കുപ്പികൾ ഒന്നൊന്നായി കുടിച്ചു തീർത്തു. കൂടെ സൂക്ഷിച്ചിരുന്ന ഇറച്ചിയും ഭക്ഷിച്ചു. അല്പസമയത്തിനുള്ളിൽ അത് അതിന്റെ സ്ഥാനത്തിരുന്നു. യക്ഷി വന്നു. എന്നിട്ട് പറഞ്ഞു, വാക്ക് തെറ്റിക്കപ്പെട്ടിരിക്കുന്നു. തിരിച്ചടിയുണ്ടാകും. എനിക്ക് ശിക്ഷ പൂർത്തിയാക്കണം. ഗുരു കൈകൾ കൂപ്പി പറഞ്ഞു, തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ആത്മാവിനെ എടുക്കും എന്ന് യക്ഷി പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, തെറ്റാണ് പറ്റിയത്. മാപ്പാക്കണം. അതിനു പകരമായി മുന്നിൽ വച്ചിരിക്കുന്ന ജീവിയെ സ്വീകരിക്കുക. അവളുടെ ഉഗ്രമായ ചിരി അവിടമാകെ പ്രതിധ്വനിച്ചു. ഭൂമി കുലുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. അവൾ പറഞ്ഞു, നിയമം ലംഘിച്ചു. അതുകൊണ്ട് ആത്മാവ് പോകും. ഗുരു പറഞ്ഞു, ആത്മാവിനു പകരമായി ഈ ആത്മാവിനെ സ്വീകരിക്കുകയും അവനോട് ക്ഷമിക്കുകയും ചെയ്യുക. അപ്പോൾ യക്ഷി പറഞ്ഞു, സംഭവിച്ചത് ഇനി സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത തവണ നിങ്ങളുടെ ശിഷ്യൻ പോലും രക്ഷപ്പെടില്ല. ഇനി അവളെ, ആ പെണ്ണിനെ സംരക്ഷിക്കാൻ വരില്ല എന്ന് വാക്ക് തരിക. ഇനി അങ്ങനെയൊരു തെറ്റ് ആവർത്തിക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കാനുള്ള അവകാശം തനിക്കുണ്ടാകുമെന്നും പിശാചിനി പറഞ്ഞു. ഇനിമേലിൽ ഗുരു ഇടപെടില്ല. ഗുരു പറഞ്ഞു, ഉറപ്പ്. ഇപ്പോൾ ഇത് സ്വീകരിക്കുക. ശരി, ജീവന് പകരമായി മറ്റൊരു ജീവനെ സ്വീകരിക്കാം. അവൾ അവിടെ നിന്ന് ഉറഞ്ഞാടി. ആ സമയം ഗുരു എന്നെ നോക്കി സിഗ്നൽ കാണിച്ചു. ഞാൻ ആ ആടിനെ പിടിച്ചുകൊണ്ടുവന്നു. പേടിച്ചരണ്ട നിലയിൽ തല താഴ്ത്തി ഇഴഞ്ഞാണ് ആട് എന്റെ കൂടെ വന്നത്. ഞാൻ ആടിനെ എടുത്ത് അവൾക്ക് മുന്നിൽ വെച്ചു. പാവമാട് ഒരു അലർച്ച അലറി. അതിന്റെ അവസാനം അടുത്തെന്ന് ആ മിണ്ടാപ്രാണി തിരിച്ചറിഞ്ഞിരിക്കണം. യക്ഷി ആ ആടിനെ ഒരു കളിപ്പാട്ടം പോലെ വായുവിലേക്ക് വലിച്ചെറിഞ്ഞു. ആട് വീണ്ടും അവളുടെ കയ്യിൽ വന്നപ്പോൾ അവൾ ഒറ്റയടിയിൽ അതിന്റെ കഴുത്ത് വളച്ച് തൊണ്ടയിൽ നിന്ന് വരുന്ന രക്തം കുടിക്കാൻ തുടങ്ങി. 4-5 മിനിറ്റിനുള്ളിൽ ആടിന്റെ ദേഹം മുഴുവൻ രക്തരഹിതമായി. യക്ഷി സംതൃപ്തയായി. ഇതിനുശേഷം അവൾ ആടിനെ മുഴുവനായി ചുട്ടുകളഞ്ഞു. ഇപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. കടുത്ത പൂജയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ദിഗംബരരായിരുന്നു. എന്നുവച്ചാൽ ഒരു നൂൽ പോലും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. ആടിനെ വയറു നിറച്ച് കഴിച്ച ശേഷം അവൾ വീണ്ടും കൈവിടർത്തി. ഗുരു കയ്യിൽ കരുതിയിരുന്ന മദ്യപാത്രം കൊടുത്തു. യക്ഷി ഒറ്റ ശ്വാസത്തിൽ എല്ലാം തീർത്തു. അതിൽ 1/2 ലിറ്ററെങ്കിലും മദ്യമുണ്ടായിരിക്കണം. അതും എത്ര പെട്ടെന്നാണ് അവൾ തീർത്തത്. ഗുരു തന്റെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് തെക്കോട്ട് പോകുന്നത് ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു. എന്നെ യക്ഷിയുടെ അടുത്ത് തനിച്ചാക്കി എന്തിനാണ് പോയതെന്ന് ഞാൻ ചിന്തിച്ചു. അവൾ എനിക്ക് പുതിയ കരാർ തരില്ലേ?
ലീലയുടെ ജീവൻ വെറുതെ വിടില്ലേ? ഞാൻ ചിന്താമഗ്നനായി. ഒരു ശവശരീരത്തിന്റെ കൂടെയിരിക്കുക എന്നത് എന്തൊരു ഗതികേടാണ്. അതും യക്ഷി കേറി ഉണർന്നിരിക്കുന്ന ഒന്നിന്റെ കൂടെ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിൽ പേടിയായി. ഇരുട്ടിൽ ഗുരു അപ്രത്യക്ഷമാകുന്നത് ഞാൻ നോക്കി നിന്നു. പക്ഷെ പിന്നെ പെട്ടെന്ന് യക്ഷി എന്റെ നെഞ്ചിൽ ചവിട്ടി. ഞാൻ നിലത്ത് വീണ് തിരിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ എന്റെ മുകളിൽ കയറി. പിന്നെ അതേ ഭ്രാന്തമായ ആസ്വാദനം ആരംഭിച്ചു. എന്നെ അവൾ വളരെ ആവേശത്തോടെ ഭോഗിച്ചു. ഒരുമാതിരി പ്രതികാരം പോലെ. ഞാൻ ഒരുപാട് അനുഭവിച്ചു. നട്ടപ്പാതിര 12:30 തുടങ്ങി അവളുടെ ആഘോഷം അവസാനിച്ചപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവൾ എന്നിൽ നിന്നും എഴുന്നേറ്റ് അവളെ മുൻപ് കിടത്തിയ അതേ സ്ഥലത്തേക്ക് പോയി നിർജീവാവസ്ഥയിൽ വീണ്ടും കിടന്നു. അവൾ വീണ്ടും എഴുന്നേറ്റാലോ എന്ന് കരുതി ഞാൻ വളരെ നേരം കാത്തിരുന്നു. പക്ഷേ അവൾ ഉണർന്നില്ല. സമയം വെളുപ്പിന് ഏകദേശം 3:30 ആയി കാണും. ഞാൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. ദേഹം പിടിച്ചു കുലുക്കി. പക്ഷേ ഒരു ചലനവും ഉണ്ടായില്ല. എന്റെ ആത്മാവ് ഭയത്താൽ വിറച്ചു. എന്റെ അരികിൽ ഒരു കുപ്പി മദ്യം കിടപ്പുണ്ടായിരുന്നു. ഞാനത് മുഴുവനായി തൊണ്ടയിലൊഴിച്ചു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. സമയം മെല്ലെ മെല്ലെ കടന്നുപോയി. ഒരു ഒച്ചിഴയുന്നത് പോലെ. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഗാഢനിദ്രയിലോ അബോധാവസ്ഥയിലോ ആയിപ്പോയിരുന്നു. അപ്പോഴാണ് ഒരു പാത്രം വെള്ളം എന്റെ തലയിൽ വീണത്. ഗുരുവാണ് ആ പാത്രം വെള്ളം എന്റെ മേലൊഴിച്ച് എന്നെ ഉണർത്തിയത്. അദ്ദേഹം എന്റെ മേൽ വെള്ളം ഒഴിക്കുക മാത്രമല്ല, അദ്ദേഹം ആ ഒഴിഞ്ഞ പാത്രം എന്റെ മേൽ എറിഞ്ഞ് ആക്രോശിക്കുകയും ചെയ്തു. "നീ എന്റെ മോളുടെ വിവാഹ പാർട്ടിക്ക് വന്നതാണോ? ഇതുപോലെ ചത്തുറങ്ങാൻ? ബാക്കി പണിയൊക്കെ ആരു ചെയ്യും?" ഞാൻ ഞെട്ടിയെഴുന്നേറ്റു. ഇതിനുശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ണിൽ ചോദ്യമോടെ ഞാൻ ഗുരുവിനെ നോക്കി. അദ്ദേഹം മൃതദേഹമെടുക്കാൻ ആംഗ്യം കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും മൃതദേഹമെടുത്ത് ചിതയിൽ കിടത്തി. അപ്പോൾ സമയം പുലർച്ചെ 4:30 ശ്മശാനത്തിലെ മറ്റെല്ലാ ചിതകളും ഏതാണ്ട് തണുത്തിരുന്നു. ഞങ്ങൾ ആ സമയം ചിത കത്തിക്കാൻ പോകുകയായിരുന്നു. ഇത് കത്തിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. കാരണം അത് നദിയിൽ ഒഴുകി നടക്കുന്ന ഒരു മൃതദേഹം ആയതിനാൽ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി നമുക്കതിനെ നദിയിലേക്ക് തിരികെ എറിഞ്ഞാൽ പോരെ? എന്നാൽ തന്ത്രിക്ക് മാത്രമേ അറിയൂ തന്ത്രിയുടെ മാന്ത്രികത. ഒരുപക്ഷേ ഇതിലും എന്തെങ്കിലും രഹസ്യം ഒളിഞ്ഞിരിക്കാം. ഇതെല്ലാം ചിന്തിച്ച് ഞാൻ അവിടെ നിന്നു. ഗുരു എന്നോട് ചിത കത്തിക്കാൻ ആവശ്യപ്പെട്ടു. ചിതയ്ക്ക് തീ കൊളുത്തിയ ശേഷം അദ്ദേഹം എന്നെക്കൊണ്ട് 7 പ്രാവശ്യം പ്രദക്ഷിണം വെപ്പിക്കുകയും അതിനൊപ്പം ചില മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്തു. ഞാൻ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ തന്നെ അത് കത്തിത്തുടങ്ങി. പതിയെ അതിന്റെ തീജ്വാല വർദ്ധിച്ചു തുടങ്ങി. ഞാൻ 7 പ്രദക്ഷിണം ചെയ്തപ്പോൾ അതിന്റെ തീജ്വാലകൾ ആകാശത്തെ തൊടാൻ വെമ്പുന്ന കാഴ്ച ഞാൻ കണ്ടു. അരമണിക്കൂറിനുള്ളിൽ വിറകെല്ലാം വെണ്ണീറായി. ആ മൃതദേഹവും കത്തിക്കരിഞ്ഞു. പ്രഭാത വെളിച്ചം പരന്നപ്പോൾ പണ്ടേ കത്തിച്ചു കെട്ടടങ്ങിയ ഒരു ചിത പോലെ അത് തോന്നിച്ചു. എല്ലാ ആചാരങ്ങളും കഴിഞ്ഞപ്പോൾ ഗുരു എന്നോട് അവസാനമായി പറഞ്ഞു, "പിശാചിനി എന്റെ വാക്കുകൾ അംഗീകരിച്ചു. അവളോട്, ലീലയോട് ക്ഷമിച്ചു. അവൾ സുഖം പ്രാപിക്കും. എന്നാൽ ഇന്ന് കഴിഞ്ഞാൽ നീ ഒരു സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ യോഗ്യനായിരിക്കില്ല. ഇന്നു മുതൽ നിങ്ങൾ ബലഹീനനാകുമെന്ന് മനസ്സിലാക്കുക." ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര വലിയ പ്രഹരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൊള്ളാം, ലീലയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. കാരണം തെറ്റ് ഞങ്ങൾ രണ്ടുപേരുടെയുമായിരുന്നു. ഞാൻ കാരണം അവൾ മരിച്ചുവെങ്കിൽ എനിക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുതന്നെയായാലും ഈ കർമ്മങ്ങൾ മുഴുവൻ കഴിഞ്ഞപ്പോൾ ലീലയെ ഓർത്ത് എനിക്ക് സന്തോഷവും വരാനിരിക്കുന്ന എൻ്റെ ബലഹീനതയെക്കുറിച്ചോർത്ത് സങ്കടവും തോന്നി. ഞാൻ മരവിച്ചു നിന്നു. ഗുരു എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി പറഞ്ഞു, "വേറെ വഴിയില്ല. അതിനാൽ ഇവൾ പറഞ്ഞത് സ്വീകരിക്കുക. ഇത് അവസാനത്തെ തെറ്റാണെന്ന് ഓർക്കുക. ഇതിനുശേഷം എന്നെ കാണാൻ പോലും ശ്രമിക്കരുത്. ഞാനിപ്പോൾ എൻ്റെ വാഗ്ദാനത്തിന് വിധേയനാണ്. നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്കിനി കഴിയില്ല." ശേഷം ഗുരു എന്നെ നദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 3 തവണ എന്നെ വെള്ളത്തിൽ മുക്കി. എന്നെ പുറത്തെടുത്ത് സ്വയം വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഗുരുവും 3 തവണ മുങ്ങി.
പക്ഷേ മൂന്നാമതായി മുങ്ങിയ ശേഷം അദ്ദേഹം ഉയർന്നു വന്നില്ല. അദ്ദേഹം വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നതും കാത്ത് ഞാൻ നദിയുടെ തീരത്ത് ഒരുപാട് നേരമിരുന്നു. പക്ഷേ അദ്ദേഹം നദിയിലേക്ക് അപ്രത്യക്ഷനായി. ഗുരു മുങ്ങിമരിച്ചതായിരിക്കുമെന്ന് ഞാൻ കരുതി. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നദിയിൽ കയറി ഒന്ന് മുങ്ങിക്കുളിച്ച് പരിസരം മുഴുവൻ തിരഞ്ഞു. പക്ഷേ ഗുരുവിന്റെ ഒരു തുമ്പുപോലും എവിടെയും കണ്ടില്ല. ഗുരു ഒരു അത്ഭുതക്കാരനാണ്. അതുകൊണ്ട് എന്തത്ഭുതവും ചെയ്യാൻ കഴിയും. ഞാൻ സ്വയം ആശ്വസിച്ചു. അങ്ങനെ കുറച്ചുനേരം അവിടെ നിന്നതിന് ശേഷം രാവിലെ 7 മണിക്ക് ദിലീപിന്റെ മുറിയിലേക്ക് മടങ്ങി. ആ സമയം ദിലീപ് ഉറങ്ങുകയായിരുന്നു. അതിനാൽ അവനെ ഉണർത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്റെ വിജയത്തെക്കുറിച്ചും അവനോട് പറയാൻ ആഗ്രഹിച്ചു. അതിനാൽ ഞാൻ അവന്റെ വാതിൽക്കൽ കാത്തിരിക്കാൻ തീരുമാനിച്ചു. ഏകദേശം 8 മണിയോടെ ദിലീപ് പുറത്തിറങ്ങി. ഞാൻ ഇരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അവൻ എന്നോട് ചോദിച്ചു, "നീ എപ്പോഴാ വന്നത്?" ഞാൻ പറഞ്ഞു, "ഞാൻ രാവിലെ മുതൽ ഇരിക്കുകയാണ്." അവൻ എന്റെ പുറകിൽ തട്ടി പറഞ്ഞു, "നീ വാതിലിൽ മുട്ടിയോ?" "എന്താ മുട്ടാതിരുന്നത്?" ഞാൻ പറഞ്ഞു, "ഇല്ല, നിന്നെ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി." അവൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "നിന്റെ ജോലി പൂർത്തിയായോ?" ഞാൻ സമ്മതഭാവത്തിൽ തലയാട്ടി. എന്റെയും ലീലയുടെയും ജീവൻ രക്ഷിച്ചതിൽ നിനക്കാണ് പ്രധാന പങ്ക്. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഗുരു ഒരിക്കലും ഞങ്ങളെ രക്ഷിക്കില്ലായിരുന്നു. കൂപ്പുകൈകളോടെ നന്ദി പറഞ്ഞു പോകാൻ അനുവാദം ചോദിച്ചു. ലീലയുടെയും എന്റെയും ജീവൻ ഒരു വിധത്തിൽ അദ്ദേഹം രക്ഷിച്ചു. അവൻ ഗുരുവിനോട് അപേക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഗുരു തീർച്ചയായും എക്സ്ക്യൂസ് പറഞ്ഞ് വഴുതി പോവുകയും എന്നെയും അവളെയും കൊടും ഭീകരമരണത്തിന് വിട്ടുകൊടുത്തേനെ. കാരണം തന്ത്രവിധി പ്രകാരം ദീക്ഷയെടുത്ത ഞാൻ വലിയ പിഴവായി കരുതുന്ന വാഗ്ദാനമാണ് ലംഘിച്ചത്. അതെന്തായാലും ഇപ്പോഴെല്ലാം ശരിയായി. ഇങ്ങനെ ചിന്തിച്ച് ഞാൻ എൻ്റെ മുറിയിലേക്ക് മടങ്ങി. തിരികെ റൂമിൽ വന്ന് കുളി കഴിഞ്ഞ് അത്താഴം കഴിക്കാൻ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോയി. വയറു നിറയെ പുട്ടും കടലയും കഴിച്ചു ഞാൻ. അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്പ്യാർ അവിടെയുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായതിനുള്ള പരിഭവം അയാളുടെ മുഖത്ത് കാണാമായിരുന്നു. എനിക്ക് അയാളോട് എവിടെ പോയി എന്നുള്ളതിനോ എന്തിനു പോയി എന്നുള്ളതിനോ ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിഷയം മാറ്റാൻ ചോദിച്ചു. "ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്?" നമ്പ്യാർ പറഞ്ഞു. "ഞാൻ സുഖമായിരിക്കുന്നു. ലീല ഇനിയും കണ്ണു തുറന്നിട്ടില്ല. കണ്ടില്ലേ ഓക്സിജൻ മാസ്ക് വെച്ചു കിടക്കുന്നത്? പാവം പെണ്ണ്." ഞാൻ പറഞ്ഞു, "നിങ്ങൾ വീട്ടിൽ പോയി ഫ്രഷായി വരൂ. ഞാനിവിടെ കൂട്ടിരിക്കാം." അപ്പോൾ നമ്പ്യാർ ചോദിച്ചു, "നിങ്ങളുടെ കട ഇന്ന് തുറക്കണ്ടേ?" "കുഴപ്പമില്ല. ഇന്ന് ഞാൻ കട തുറക്കുന്നില്ല. നിങ്ങൾ സമാധാനമായി പോയി വരൂ." നമ്പ്യാർ പോയി. ഞാൻ ലീലയുടെ അടുത്ത് ഒരു കസേരയിലിരുന്നു. അരമണിക്കൂറിന് ശേഷം അവളുടെ കണ്ണുകൾ തുറന്നു. എന്നെ കണ്ടപ്പോൾ അവൾ വളരെ സന്തോഷിച്ചു. "നിനക്ക് സുഖമാകുമെന്ന് ഉറപ്പു നൽകാൻ" എന്ന മട്ടിൽ ഞാൻ അവളുടെ കൈപ്പത്തികൾക്കിടയിൽ അമർത്തി. അവളുടെ മൂക്കിൽ ഓക്സിജൻ മാസ്ക് ധരിച്ചിരുന്നതിനാൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അവളോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ച് ഉറങ്ങാൻ പറഞ്ഞു. അപ്പോഴേക്കും നേഴ്സ് വന്നു. കണ്ണു തുറന്നത് കണ്ട് നേഴ്സ് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പരിശോധിച്ചു. ലീലയുടെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ട്. അവളിപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു. ഇതു കേട്ടതും എനിക്കും ആശ്വാസം തോന്നി. നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ നൽകി. അവൾ വീണ്ടും ഉറങ്ങി. വൈകുന്നേരം വരെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നു. ഉച്ചയ്ക്ക് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഊണും കഴിച്ചു. അതിനോടൊപ്പം കുറച്ച് പഴങ്ങളും ജ്യൂസും കൊണ്ടുവന്നു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ലീല ഉണർന്നിരുന്നു. ഞാൻ അവൾക്ക് ജ്യൂസും കുറച്ച് പഴങ്ങളും മുറിച്ചു കൊടുത്തു. അവളത് സന്തോഷപൂർവ്വം കഴിച്ചു. അവൾക്ക് എന്നോടുള്ള പ്രേമം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എന്നാൽ ഇനിയും അവളോട് അടുക്കുന്നത് ബുദ്ധിയല്ലെന്ന് എനിക്കറിയുന്നതിനാൽ ഞാൻ ആ നോട്ടം കണ്ടില്ലെന്ന് വെച്ചു. അല്ലെങ്കിലും നോക്കിയിട്ട് എന്ത് കാര്യം? ഞാനിപ്പോൾ ഷണ്ടനായി പോയില്ലേ? വൈകുന്നേരമായപ്പോഴേക്കും അവളുടെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെട്ടിരുന്നു. അപ്പോഴേക്കും നമ്പ്യാർ തിരിച്ചെത്തി. അവരെ അവിടെ വിട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ലീല സുഖം പ്രാപിച്ച് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അവിടെ നിന്ന് പോകണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു.
പക്ഷേ അതിനു മുമ്പ് ലീല സുഖം പ്രാപിച്ചു എന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് പോകണമെന്ന് ഞാൻ നമ്പ്യാരോട് പറഞ്ഞിരുന്നു. ലീല സുഖം പ്രാപിച്ചതിന് ശേഷം ഞാൻ എന്റെ ജ്യോതിഷ ഷോപ്പ് വീണ്ടും തുറന്നിരുന്നു. ഇപ്പോൾ എനിക്ക് പിശാചിനിയിൽ നിന്ന് പണ്ടത്തെ പോലെ സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങി. അങ്ങനെ എന്റെ കട വീണ്ടും മൂടിത്തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 20,000 രൂപ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. വൈകാതെ ശനിയാഴ്ച വന്നു. നമ്പ്യാർ ഗ്രാമത്തിലേക്ക് മടങ്ങി. അപ്പോഴേക്കും ലീല പൂർണ്ണമായും സുഖം പ്രാപിച്ചു. എന്റെ ഭക്ഷണവും മറ്റും വീണ്ടും തുടങ്ങിയിരുന്നു. അവൾ എനിക്കായി സ്പെഷ്യൽ പലഹാരങ്ങളും മറ്റും ഉണ്ടാക്കിത്തരാൻ പിന്നെയും തുടങ്ങിയിരുന്നു. ഞാൻ എന്ത് നടക്കരുത് എന്ന് കരുതുന്നുവോ അതിനുവേണ്ടി ലീല തുനിഞ്ഞിറങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. ശനിയാഴ്ച രാത്രി ലീല വീണ്ടും എന്റെ മുറിയിലേക്ക് വന്നു. യക്ഷിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നത് അപകടമായതിനാൽ ഞാനിപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ഞാൻ ബലഹീനനായി പോയോ എന്നൊരു ആകാംക്ഷയും മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു. എന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. അതീവ മനോഹരിയായി അണിഞ്ഞൊരുങ്ങി, വിവസ്ത്രയായി, കാമം തുടിക്കുന്ന കണ്ണുകളോടെ എന്നെ നോക്കി, ആസക്തിയോടെ ചുണ്ടുകൾ നനച്ചു. പക്ഷേ എന്റെ ശരീരത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു തുള്ളി പോലും മാറിയിട്ടില്ല. അതിനർത്ഥം ഞാൻ ശരിക്കും ബലഹീനനായി എന്നാണ്. എന്റെ മന്ത്രവാദ പരിശീലനത്തിന് ഞാൻ നൽകേണ്ട മറ്റൊരു വിലയായിരുന്നു ഇത്. ഒരു സ്ത്രീയുമായും ഇണചേരാൻ ഞാൻ യോഗ്യനായിരുന്നില്ല. ഏറെ നേരം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ അവൾ കാരണം ചോദിക്കാൻ തുടങ്ങി. ഞാൻ നിരാശയിൽ എന്റെ ചുണ്ടുകൾ കടിച്ചു. ഒന്നും പറഞ്ഞില്ല അപ്പോൾ. ലീല ദേഷ്യപ്പെട്ടു പോയി. ഞാനും നിരാശയോടെ ഉറങ്ങിപ്പോയി. ഒന്നും സംഭവിക്കാത്തത് നന്നായി എന്നൊരു തോന്നൽ കൂടി മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇത്തവണ യക്ഷി എന്നെയും കൊണ്ടല്ലാതെ പോകില്ല. രാവിലെ അടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പിശാചിനിയുടെ ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങി. നിങ്ങളുടെ സുഹൃത്തിനോട് പ്രതികാരം ചെയ്യണമെങ്കിൽ വൈകുന്നേരം നിന്റെ ഗ്രാമത്തിലേക്ക് പോവുക. നമ്പ്യാർ വൈകുന്നേരം തിരിച്ചെത്തി. ഞാൻ എന്റെ എല്ലാ പാക്കിങ്ങും പൂർത്തിയാക്കി എത്രയും വേഗം പോകാൻ തീരുമാനിച്ചു. രണ്ടുപേരോടും യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോയി. എന്റെ ഗ്രാമമായ നിലമ്പൂരിലേക്ക് തിരിച്ചു. എന്റെ പഴയ സുഹൃത്ത് ഗിരിധരനെ കാണാൻ, ആ ചതിയനെ കണ്ട് കണക്കു തീർക്കാൻ. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഉടനെ വീട്ടിലേക്ക് പോകാൻ തോന്നി. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തുകയായിരുന്നു. പുറത്തുപോയി വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നാറില്ലേ? ഒരു പരിധിവരെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. നിലമ്പൂർ ഇറങ്ങിയ ശേഷം എന്റെ ഗ്രാമത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ യക്ഷി എന്നെ തടഞ്ഞു. കുറച്ചു ദിവസം മറ്റെവിടെയെങ്കിലും തങ്ങാൻ പറഞ്ഞു. അവളുടെ നിർദ്ദേശപ്രകാരം ഞാനൊരു ചെറിയ ഹോട്ടലിൽ താമസിച്ചു. പണ്ട് ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് ചുള്ളനായിട്ടായിരുന്നു നടക്കാറ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ ക്ലീൻ ഷേവ് ചെയ്ത സിദ്ധന്മാർക്ക് മാർക്കറ്റ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ താടി വളർത്താൻ തുടങ്ങിയത്. കൂടാതെ ഞാൻ തലമുടി അല്പം നീളത്തിൽ വയ്ക്കാനും തുടങ്ങി. വസ്ത്രങ്ങളുടെ രൂപഭാവം ആളുകളെ വളരെയധികം ആകർഷിക്കുന്നു. അതിനാൽ തന്നെ പണ്ട് പാൻസ് ധരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ കറുത്ത നിറത്തിലുള്ള സിൽക്ക് ജുബയും മുണ്ടുമാണ് ധരിക്കുന്നത്. കൂടാതെ കഴുത്തിൽ ചുവന്ന ഒരു ഷാളും ചുറ്റിയിരുന്നു. കൺമഷി കൊണ്ട് കണ്ണുമെഴുതി. നെറ്റിയിൽ കടും ചുവപ്പു നിറത്തിൽ നീണ്ട തിലകവും കൂടെയാകുമ്പോൾ ലുക്ക് കംപ്ലീറ്റായി. ഈ ലുക്കിൽ എന്നെ കണ്ടാൽ ഞാൻ തന്നെ ഞെട്ടും. അപ്പോൾ മറ്റാളുകളുടെ കാര്യം പറയണോ? എന്റെ വ്യക്തിപ്രഭാവത്തിൽ അവരൊക്കെ മതിമറന്നു പോവുകയായിരുന്നു. ബാക്കിയുള്ള പണികളൊക്കെയും യക്ഷിയും നോക്കിക്കോളും. യക്ഷി എന്നോട് ഹോട്ടലിൽ തങ്ങാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹോട്ടലിൽ താമസിച്ച ശേഷം പത്രത്തിൽ പരസ്യം നൽകാൻ ആവശ്യപ്പെട്ടു. എന്റെ സഹോദരൻ ഹരികൃഷ്ണൻ നമ്പൂതിരി അവിടെ ഒരു ജ്യോതിഷിയും വളരെ പ്രശസ്തനുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്പം മടിച്ചു. പക്ഷേ യക്ഷി ധൈര്യത്തോടെ പറഞ്ഞപ്പോൾ എനിക്ക് പത്രത്തിൽ പരസ്യം നൽകാൻ പോകേണ്ടി വന്നു. 2-ാം ദിവസം മുതൽ 15 ദിവസം വരെ പത്രത്തിൽ പരസ്യം വരണം. ഞാനൊരു ജ്യോത്സ്യനാണെന്ന് പറഞ്ഞ് പരസ്യം ചോദിച്ചപ്പോൾ പത്രക്കാരൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. മാറ്റർ തരാൻ ആവശ്യപ്പെട്ടു. ഞാൻ അയാളോട് എഴുതാൻ ആവശ്യപ്പെട്ടു. ഏതാണ്ട് ഒരേപോലെയുള്ള 10-ൽ 8 പേരുടെ പരസ്യങ്ങൾ അദ്ദേഹം കാണിച്ചു തന്നു. ഞാൻ അവനോട് പറഞ്ഞു, 100 രൂപ കൂടി തരാം. മൊത്തത്തിൽ ഇത് കണ്ടതിന് ശേഷം ആളുകൾ എന്നെ കാണാൻ വരുന്ന തരത്തിൽ ഒരു പരസ്യമുണ്ടാക്കുക.
പത്രത്തിൽ പരസ്യം ചെയ്യുന്ന എല്ലാ അന്തർദേശീയ ജ്യോതിഷികളും അവരുടെ പരസ്യം നൽകാൻ പേപ്പറിൽ പോകുമ്പോൾ ഇത് തന്നെ പറയുമെന്ന് ഞാൻ കരുതുന്നു. ആത്മവിശ്വാസത്തോടെ തലയാട്ടി അവൻ മാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങി. 10 മിനിറ്റിനുള്ളിൽ അവൻ ഒരു മാറ്റർ തയ്യാറാക്കി കാണിച്ചു. പേരുകേട്ട നിലമ്പൂർ പരമ്പരയിൽപ്പെട്ട അന്തർദേശീയ ജ്യോതിഷിയും മുതൽ ഹിമാലയത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഗ്യാരണ്ടീഡ് പരിഹാരം വരെയുള്ള എല്ലാ ആകർഷകമായ വാക്കുകളും ഇതിൽ ഉപയോഗിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ആ പരസ്യം ഉറപ്പിച്ചു. ഈ ദിവസങ്ങളിൽ റെയിൽവേ കോച്ചുകളിൽ ഇത്തരം പരസ്യങ്ങൾ ഒട്ടിക്കുന്നത് കാണാറുണ്ട്. മൂത്രപ്പുര, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ഈ പരസ്യങ്ങൾ കണ്ടുകാണും. കാരണം അവിടെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങളുടെ മനസ്സ് ശൂന്യമാണ്. എന്നെ കാണാനുള്ള വിലാസം ഹോട്ടലിലെ റൂം നമ്പർ 24 ആയിരുന്നു. അതിലങ്ങനെയാണ് എന്റെ പരസ്യം കൊടുത്തിട്ടുള്ളത്. അടുത്ത ദിവസം മുതൽ അവിടെയും എന്റെ കട പ്രവർത്തനക്ഷമമായി. ദിവസവും 30 പേരെങ്കിലും ദർശനത്തിനെത്തിയിരുന്നു. യക്ഷിയുടെ അനുഗ്രഹത്താൽ 2000 മുതൽ 3000 രൂപ വരെ കയ്യിലെത്തിയിരുന്നു. 4-ാം ദിവസം ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയാകും. പാവം പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ നാണത്തോടെ വന്നു. അവൾ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവൾ ഏതോ സാധാരണക്കാരിയ സ്ത്രീയാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ യക്ഷി എന്റെ ചെവിയിൽ പറഞ്ഞു, സൂക്ഷിക്കുക, ഈ സ്ത്രീ ഒരു വലിയ തുണിക്കച്ചവടക്കാരനായ രാജീവ് മേനോന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നതാണ്. അവളുടെ കയ്യിൽ രാജീവ് മേനോന്റെ കുട്ടി കണ്ണന്റെ ഫോട്ടോയുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് ആ വ്യവസായിയുടെ മകനാണ്. അവനെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ബിസിനസ്സുകാരൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഭാര്യ വിശ്വസിക്കുന്നു. ഈ വന്നിരിക്കുന്നത് അവളുടെ വിശ്വസ്ത വേലക്കാരി പവിഴമാണ്. രാജീവ് മേനോന്റെ ഭാര്യ രാധിക കാറിൽ താഴെയിരിക്കുന്നു. അവരാണ് പവിഴത്തെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ആ കുട്ടിയെവിടെ? യക്ഷി പറഞ്ഞു, വീട്ടിലെ പഴയ വേലക്കാരൻ അവനെ തട്ടിയെടുത്ത് അയാളുടെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവന്റെ പേര് ഷാജി എന്നാണ്. ഇനി നിന്റെ പണി ആരംഭിക്കൂ. എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നന്നായി അറിയാം. അവൾ എന്റെ മുറിയിൽ പ്രവേശിച്ചയുടനെ ഇതെല്ലാം എന്റെ ചെവിയിൽ പ്രതിധ്വനിച്ചു. ഞാൻ പവിഴത്തോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് എന്റെ കൃത്രിമ ധ്യാന ഭാവത്തിലേക്ക് പോയി. ഞാൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് കണ്ണു തുറന്നു. എന്റെ ചിരി കേട്ട് ആ സ്ത്രീ പേടിച്ചുപോയി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ സിനിമകൾ കണ്ടതിനു ശേഷം നമ്മുടെ ശീലം മാറിയിരിക്കുന്നു. വിചിത്രമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ നമ്മൾ തികഞ്ഞ മനുഷ്യരായി കണക്കാക്കാൻ തുടങ്ങുന്നു. എന്നാൽ അങ്ങനെയായിരിക്കേണ്ടതില്ല. ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചു. എങ്ങനെ വന്നു? നീ പറയൂ പവിഴം. അതോ ഞാൻ പറയണോ? എന്റെ വായിൽ നിന്ന് അവളുടെ പേര് കേട്ടതും അവളുടെ വായ അമ്പരപ്പോടെ തുറന്നു. അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. വളരെ കഷ്ടപ്പെട്ട് കയ്യിലിരുന്ന ഫോട്ടോ എന്റെ മുന്നിൽ വെച്ചു. ഞാൻ പറഞ്ഞു, കണ്ണൻ ജീവിച്ചിരിപ്പുണ്ട്, ലഭിക്കും. അതു കേട്ടതും അവൾ എന്റെ കാൽക്കൽ വീണു. അവൾ പറഞ്ഞു, സ്വാമി, കണ്ണൻ വളരെ ചെറുതാണ്. അവന് അപകടമൊന്നും വരുത്തല്ലേ. എങ്ങനെയെങ്കിലും അവനെ തിരികെ കൊണ്ടുവരൂ. ഞാൻ പറഞ്ഞു, കിട്ടും. കുട്ടിയുടെ അമ്മ വന്നു പറയട്ടെ, അപ്പോൾ കിട്ടും. ഈ സ്വാമി എല്ലാം ചെയ്തു തരും. പോയി പറയൂ ഞാൻ അവരെ വിളിച്ച കാര്യം. തലയിൽ കൈവച്ച് അവൾ ഓടി. മറ്റൊരു കസ്റ്റമർ എത്തിയിരുന്നു. ഞാൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അയാളോട് കുറച്ചു മിനിറ്റ് സംസാരിച്ചു കൊണ്ടിരുന്നിരിക്കണം. അപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ വാതിൽ തുറന്നു. കാഞ്ചീപുരം പട്ടുസാരി ധരിച്ച, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച ഒരു സ്ത്രീ വന്ന് എന്റെ കാൽക്കൽ വീണു. ഇത് രാധികയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, കുട്ടി നിങ്ങളുടേതാണ്. എന്നിട്ടാണോ അവനെ കണ്ടെത്താൻ വേലക്കാരി അയക്കുന്നത്? അവൾ പറഞ്ഞു, സ്വാമി, എന്നോട് ക്ഷമിക്കൂ. ഇന്ന് രാവിലെ മുതൽ ഞാൻ 15 സ്വാമിമാരുടെ അടുത്തേക്ക് പോയി. പണം സമ്പാദിക്കാനായി എല്ലാവരും ദീർഘനേരം വായിട്ടടിച്ചതല്ലാതെ ഗുണമുള്ള ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പവിഴത്തെ അയക്കുന്നത്. അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണെന്ന് കരുതി അവർ അധികം പണം പിടുങ്ങില്ലല്ലോ. പക്ഷേ ആ കുട്ടി പവിഴത്തിന്റെ അല്ലെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആദ്യം ഊഹിച്ചത് നിങ്ങളാണ്. നിങ്ങൾ മഹാത്മാവാണ് സ്വാമി. അവൾ എന്റെ മുൻപിൽ കുമ്പിട്ടു. എന്നിട്ട് തുടർന്നു, ഇപ്പോൾ അങ്ങ് എന്തെങ്കിലും ചെയ്യൂ. 2 ദിവസമായി പോലീസുകാർക്ക് പോലും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഞാൻ പറഞ്ഞു, വൈകുന്നേരത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ലഭിക്കും. കുട്ടിയെ കിട്ടിയാൽ എന്റെ ദക്ഷിണ തരൂ. അവൾ സന്തോഷത്തോടെ തലയാട്ടി. ഞാൻ പറഞ്ഞു,
നീ എന്തു പറയുന്നു? സ്വാമി എന്തു ചോദിച്ചാലും തരുന്നതായിരിക്കും. ഇതും പറഞ്ഞ് അവൾ വീണ്ടും എന്റെ കാൽക്കൽ വീണു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അതും കണ്ടിട്ട് ഞാനും അന്താളിച്ചുപോയി. എന്നാലും ഞാൻ എന്റെ സ്ഥിരം പരിപാടി തുടങ്ങി. ധ്യാനത്തിലിരിക്കുന്നത് പോലെ കുറച്ചുനേരം പോസ്റ്റ് ചെയ്ത ശേഷം ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ ഒരു പഴയ വേലക്കാരൻ. അവൻ അടുത്തിടെ ജോലി ഉപേക്ഷിച്ചു. അവൾ പറഞ്ഞു, അതെ സ്വാമി, ഷാജി. അമ്മയുടെ ആരോഗ്യം മോശമായതിനാൽ ഒരു മാസം മുമ്പ് അയാൾ ഗ്രാമത്തിലേക്ക് പോയിരുന്നു. ഞാൻ പറഞ്ഞു, പോകൂ, അവന്റെ ഗ്രാമത്തിലേക്ക് പോകൂ, കുട്ടിയെ കിട്ടും. എന്നാൽ സൂക്ഷിക്കുക, ആരോടും മിണ്ടാതെ പോകണം. അപ്പോൾ മാത്രമേ കുട്ടിയെ നിങ്ങൾക്ക് കേടുകൂടാതെ കിട്ടുകയുള്ളൂ. പോലീസിനെ കൊണ്ടുപോകരുത്. ഒന്ന് രണ്ട് തടിമാടന്മാരെ കൂട്ടി ഒരു കാറിൽ രഹസ്യമായി അവന്റെ വീട്ടിലെത്തുക. സംഗതി ഒതുക്കത്തിൽ കൈകാര്യം ചെയ്യുക. ഞാൻ അന്തരീക്ഷത്തിൽ നിന്നും ഒരു നുള്ളു ഭസ്മം എടുത്ത് അവൾക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ അവളോട് പോകാൻ ആംഗ്യം കാണിച്ചു. അവൾ പോയി. എല്ലാ ദിവസവും പോലെ അന്നും 2000-ത്തിലധികം സമ്പാദിച്ചു. ഇന്നും ഒരു നല്ല ദിവസമായതിനാൽ ഞാൻ സന്തോഷിച്ചു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, അന്ന് എനിക്കൊരു ബമ്പർ ലോട്ടറി അടിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന്. വൈകുന്നേരം 5 മണിവരെ മാത്രമേ ഞാൻ ആളുകളെ കാണാറുള്ളൂ. അതിനുശേഷം എനിക്ക് വിശ്രമിക്കാനുള്ള സമയമായി. ഏകദേശം വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടുണ്ടാകും. എന്റെ വാതിലിൽ ഒരു മുട്ട്. ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഹോട്ടൽ ഉടമ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തോടൊപ്പം വില കൂടിയ വസ്ത്രങ്ങളണിഞ്ഞ് ആകർഷകമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഒരു പുരുഷനും രാവിലെ കണ്ട സ്ത്രീയും നിൽക്കുന്നു. ഇത് രാജീവ് മേനോനാണ് എന്നെനിക്ക് മനസ്സിലായി. അയാളുടെ കയ്യിൽ തൂങ്ങി ഒരു 7 വയസ്സുള്ള കുട്ടിയുമുണ്ടായിരുന്നു. അത് കണ്ണനാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തവർക്ക് കുട്ടിയെ കിട്ടി. എന്നെ കണ്ടതും രാജീവ് മേനോന്റെ ഭാര്യ രാധിക എന്റെ കാൽക്കൽ വീണു. രാജീവ് മേനോനും എന്നെ കൂപ്പുകൈകളോടെ വണങ്ങി. ഹോട്ടലുടമ എന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഹോട്ടലിൽ മുറിയെടുക്കുന്ന ചെറിയ ജോത്സ്യന്മാരെ പോലെയാണ് ഞാനെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ ഇത്രയും വലിയ മുതലാളി എന്റെ മുന്നിൽ തലകുനിക്കുന്നത് കണ്ട് അവനും വല്ലാതെ ആശ്ചര്യപ്പെട്ടു. ആ മുതലാളിയും ഭാര്യയും എന്റെ മുറിയിലേക്ക് കയറി. ഇത് എന്റെ ഏക മകനാണ്, കണ്ണൻ. ഇവനെ രക്ഷിച്ചതിന് ഒത്തിരി നന്ദി. ഇതാ ഒരു സമ്മാനം. ദയവായി ഇത് സ്വീകരിക്കൂ സ്വാമി. എന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജീവിന്റെ അടുത്ത് പോയിട്ട്, അതായത് അതിസമ്പന്നരുടെ അടുക്കൽ ഒരാൾ ഒരിക്കലും സ്വന്തം കാര്യം അനുസരിച്ച് പണം ചോദിക്കരുത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. കാരണം രാജീവിന്റെ ചിന്ത നമ്മുടെ ചിന്തയേക്കാൾ വലുതാണ്. അവർ നൽകുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മുടേതിനേക്കാൾ പ്രധാനമാണ്. ആ തുക, അത് പ്രതീക്ഷിച്ചതിലും വലുതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവനോട് ഫീസ് ആവശ്യപ്പെടാതിരുന്നത്. ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം, ആഹാ, കോളടിച്ചില്ലേ? ഞാൻ ആ ബ്രീഫ് കേസ് എടുത്ത് എന്റെ സീറ്റിനടുത്ത് വെച്ചു. അയാളുടെ വീട്ടിലേക്ക് വരാൻ രാജീവ് എന്നോട് അഭ്യർത്ഥിച്ചു. അത് ഞാൻ സ്വീകരിച്ചു. തുടർന്ന് ഇരുവരും പോയി. അവർ പോയ ഉടനെ ഞാൻ വാതിലടച്ച് ബ്രീഫ് കേസ് തുറന്നു. അത് തുറന്നു കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ 500 രൂപയുടെ 20 കെട്ടുകൾ കിടക്കുന്നു. അപ്പോൾ വീണ്ടും വാതിലിൽ മുട്ടുകേട്ടു. ഞാൻ വീണ്ടും എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഹോട്ടലിന്റെ ഉടമസ്ഥൻ എന്റെ മുന്നിൽ നിൽക്കുന്നു. അവൻ എന്റെ കാലിൽ വീണു. ഞാൻ അവനെ പിടിച്ചു പൊക്കി. അവൻ പറഞ്ഞു, ഇത്രയും വലിയ ജോത്സ്യൻ എന്റെ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല. മഹാത്മൻ, എന്നോട് ക്ഷമിക്കൂ. എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. രാജീവ് മേനോൻ നിങ്ങളുടെ ഒരു മാസത്തെ വാടക അടച്ചു. നിങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം വാടകയും ഭക്ഷണപാനീയ ചെലവുകളും താൻ നൽകുമെന്ന് എന്നോട് പറയുകയും ചെയ്തു. ഇപ്പോൾ അത്ഭുതപ്പെടാനുള്ള ഊഴമായി. എന്റെ ഭക്ഷണവും താമസവും സൗജന്യമായിരിക്കും എന്നർത്ഥം. അന്നു രാത്രി യക്ഷി വന്നു. അപ്പോൾ അവൾ തന്ന സഹായങ്ങൾക്ക് എല്ലാം വില കൊടുക്കേണ്ടി വന്നു. അവളുടെ ക്രൂരമായ ലൈംഗിക ബന്ധം ആരംഭിച്ചു. അവൾ എന്നെ തകർത്തു. ഇതിനിടയിൽ അവൾ ഭോഗത്തിന്റെ തീവ്രത വല്ലാതെ വർദ്ധിപ്പിച്ചു. ചിലപ്പോൾ അവളുടെ ഉള്ളിൽ ഏതോ മൃഗം കയറിയതായി എനിക്ക് തോന്നി. ആ ബലാത്സംഗം അനുഭവിക്കേണ്ടത് എന്റെ വിധിയായി മാറി. ഞാൻ സ്വയം സ്വീകരിച്ചതാണിത്. അല്ലെങ്കിൽ തേനീച്ചക്കൂട്ടിൽ മനഃപൂർവ്വം കൈവച്ചതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ എനിക്കിതെല്ലാം സഹിക്കേണ്ടി വന്നു. 2 മണിക്കൂറോളം അവൾ എന്നെ അനുഭവിച്ചു കൊണ്ടിരുന്നു. എല്ലാം എന്നിൽ നിന്ന് പോയ പോലെ എനിക്ക് വീണ്ടും തോന്നി.
അടിയേറ്റ നിലയിൽ ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ മലമൂത്ര വിസർജനത്തിനിടെ രക്തം വരാൻ തുടങ്ങി. ഇത് കണ്ട് ഞാൻ ഭയന്നുപോയി. അന്ന് എന്റെ മുണ്ടുപോലും ചുവന്നു തുടുത്ത രക്തം വല്ലാതെ വേദനിച്ചു. എന്റെ വിധിയോർത്ത് ഞാൻ അലമുറയിട്ടു. അവസാനം ഞാനൊരു തുണി കെട്ടി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പരിശോധിച്ച ശേഷം കുഴപ്പമൊന്നും കാണാനില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് കുറച്ച് മരുന്നുകൾ തന്നു. ഞാൻ തിരിച്ച് റൂമിൽ വന്നു. അപ്പോഴേക്കും രക്തസ്രാവവും നിലച്ചിരുന്നു. എന്റെ അവസ്ഥ വളരെ മോശമായത് കണ്ട് ഞാനന്ന് എല്ലാ കസ്റ്റമേഴ്സിനെയും തിരിച്ചയച്ചു. അടുത്ത ദിവസം മുതൽ മലത്തിൽ രക്തസ്രാവം നിന്നു. യക്ഷിയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാകും രക്തം പുറത്തേക്ക് വന്നതെന്ന് ഞാൻ കരുതി. എന്തുതന്നെയായാലും മനസ്സിൽ ഭയം ഉടലെടുത്തു. ശരീരത്തിനുള്ളിൽ എവിടെ നിന്നോ ചോര ഒഴുകുന്നത് പോലെ തോന്നി. അത് ശരിക്കും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. അത്തരം മോശം സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം അവളൊരു യക്ഷിയാണ്. അവൾ മെല്ലെ മെല്ലെ എന്റെ ഉള്ളിൽ നിന്ന് പൊള്ളിച്ചുകൊണ്ടിരുന്നു. അവൾ എന്നെ കാർന്നു തിന്നുകയായിരുന്നു എന്നെനിക്ക് തോന്നി. 8-ാം ദിവസം ഗ്രാമത്തിലെ എന്റെ രണ്ടാമത്തെ ജോലിക്കാരനായിരുന്ന രാമൻ എന്നെ കാണാൻ വന്നു. ഇത് എന്റെ വിശ്വസ്ത സേവകനായിരുന്നു. പക്ഷേ ഗിരിധരന്റെ ഉപദേശപ്രകാരം ഞാൻ അയാളെ എന്റെ വിശ്വസ്തരിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഞാൻ അയാളെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. പക്ഷേ അയാൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. അയാളുടെ മകളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതായിരുന്നു. ഞാൻ അയാളെക്കുറിച്ച് പിശാചിനിയോട് ചോദിച്ചു. അവൾ പറഞ്ഞത് വളരെ സങ്കടകരമായ കാര്യങ്ങളായിരുന്നു. ഗിരിധരനും കൂട്ടരും ചേർന്ന് അയാളുടെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കല്ലിൽ കെട്ടി പുഴയിലെറിഞ്ഞു. ഞാൻ രാമനോടെല്ലാം സത്യസന്ധമായി പറഞ്ഞു. അതുകേട്ട് അയാൾ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. പിശാചിനിയുടെ ശബ്ദം എന്റെ കാതിൽ മുഴങ്ങി. ഇത് നിനക്ക് ഉപകാരപ്പെടും. നിന്റെ യാഥാർത്ഥ്യം പറയുക. നീ ആരാണെന്നറിഞ്ഞാൽ അവൻ നിന്റെ കാലിൽ വീണ് കരയാൻ തുടങ്ങും. എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. ഒരു നുണയന്റെയും കൗശലക്കാരന്റെയും നിർദ്ദേശപ്രകാരം സത്യസന്ധരും നല്ലവരുമായ ആളുകളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതിൽ ഞാൻ പശ്ചാത്തപിക്കാൻ തുടങ്ങി. ആ തെറ്റിന്റെ ശിക്ഷ ഭവനരഹിതനായി അനുഭവിക്കുകയാണ് ഞാനിപ്പോൾ. ഒരു മനുഷ്യൻ ഒരിക്കലും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ കേൾക്കുന്നത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നാൾ അതോർത്ത് വിലപിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. എനിക്കും അതുതന്നെ സംഭവിച്ചു. ആദ്യം തന്നെ ഞാൻ എൻ്റെ വിശ്വസ്തനായ എഴുത്തുകാരനെ നീക്കം ചെയ്തു. അതുമൂലം എനിക്ക് തെറ്റായ കണക്കുകൾ ലഭിക്കാൻ തുടങ്ങി. പിന്നെ ഗിരിധരൻ പതിയെ എൻ്റെ വിശ്വസ്തരെയെല്ലാം മാറ്റാൻ തുടങ്ങി. അവസാനം ഞാൻ തനിച്ചായി. എൻ്റെ എല്ലാ കടിഞ്ഞാണും അയാളുടെ കയ്യിലായി. പിന്നെ എന്നെ ഒഴിവാക്കുക എന്ന ചെറിയ കർമ്മമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ പോയതിനു ശേഷമുള്ള കഥ മുഴുവൻ പറയാൻ ഞാൻ രാമനോട് ആവശ്യപ്പെട്ടു. രാമൻ പറഞ്ഞു. കുഞ്ഞു പോയതിനു ശേഷം ഗിരിധരൻ നിങ്ങളുടെ സ്ഥാനത്തിരുന്നു. ഞാൻ അവന്റെ കൈവശമുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അവൻ തന്റെ സ്ഥലത്ത് ജോലിക്ക് ഒരു പെൺകുട്ടിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൊന്നുമോളെ, എൻ്റെ ലക്ഷ്മിയെ അവിടെ കൊണ്ട് ചെന്നാക്കി. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. 2 ആഴ്ചത്തെ പണിയുണ്ടെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അവൾ അവിടെ താമസിച്ച് പണിയെടുക്കുകയായിരുന്നു. ഏകദേശം 2.5 ആഴ്ച കഴിഞ്ഞിട്ടും ലക്ഷ്മി ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നില്ല. സന്ധ്യയായപ്പോൾ ഞാൻ അവിടെ പോയി അവളെ അന്വേഷിച്ചു. ഗിരിധരന്റെ ആളുകൾ പറഞ്ഞു ലക്ഷ്മി അന്ന് ഉച്ച കഴിഞ്ഞ് പോയെന്ന്. ഞാൻ തിരിച്ചു വന്നു. ഗ്രാമം മുഴുവൻ അവളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും എവിടെയും അവളെ കണ്ടില്ല. അവസാനം പോലീസിൽ പരാതി കൊടുത്തു. പിറ്റേന്ന് പോലീസ് വന്നു. പക്ഷേ ഗിരിധരൻ അവരെ കാണേണ്ട പോലെ കണ്ടു. അവർ മടങ്ങി. എൻ്റെ മോള് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് തീർപ്പെഴുതി. ഇതിനെ എതിർത്ത എന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉപദ്രവിച്ചു. ഒരു വലിയ മനുഷ്യന്റെ പേര് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ ജയിലിൽ കിടന്ന് ചീഞ്ഞഴുകിപ്പോകുമെന്നും അവർ പറഞ്ഞു. അയാൾ പൊട്ടിക്കരയുകയായിരുന്നു. പാവത്തിന് ഒരു പിന്തുണയുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കവനോട് പ്രതികാരം ചെയ്യണം. പക്ഷേ എനിക്കറിയാം, അവനിപ്പോൾ പഴയ ഗിരിധരനല്ല, മുതലാളിയാണ്, പണക്കാരനാണ്. രാഷ്ട്രീയക്കാരും പോലീസുകാരും എല്ലാവരും ഇവന്റെ ആളുകളാണ്. രാമൻ പറഞ്ഞു. പവിഴം എൻ്റെ വകയിലെ ഒരു ബന്ധുവാണ്. അവളാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞത്. പക്ഷേ അത് കുഞ്ഞാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു. രാമ, അവനെ നമുക്ക് വകവരുത്തണം. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അയാൾ പറഞ്ഞു. ആ ദ്രോഹിയെ ഇല്ലാതാക്കാൻ കുഞ്ഞു പറയുന്നതെന്തും ഞാൻ ചെയ്യും. അത്രയ്ക്ക് ദ്രോഹമാണ്
അവൻ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്തത്. ഞാൻ അയാളോട് അന്ന് പോയിട്ട് അടുത്ത ദിവസം വരാൻ ആവശ്യപ്പെട്ടു. എനിക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത ആവശ്യമായിരുന്നു. കാരണം എടുത്തുചാടി ഒന്നും ചെയ്യാനാകില്ലായിരുന്നു. അവൻ ബലവാനാണ്. രണ്ടാം ദിവസം വൈകുന്നേരം യക്ഷിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. രാത്രി ഗ്രാമത്തിലെത്തിയ ശേഷം ഞാൻ രാമന്റെ കുടിലിൽ തങ്ങി. ഞാൻ ഡ്രസ്സ് മാറി ഒരു തൊഴിലാളിയുടെ വേഷം ധരിച്ചാണ് വന്നത്. രാത്രി ഏറെ വൈകിയപ്പോൾ പിശാചിനിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ തനിയെ അവനുള്ള എൻ്റെ തറവാട്ടിലേക്ക് പോയി. ഓരോ ചുവടും ഞാൻ ശ്രദ്ധയോടെയാണ് വെച്ചത്. എൻ്റെ മനസ്സ് പേടിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ എൻ്റെ യക്ഷി കൂടെയുണ്ടെന്ന ഒറ്റ വിശ്വാസത്തിൽ ഞാൻ പതുക്കെ മുന്നോട്ട് നീങ്ങി. അവൾക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവളുടെ വാക്കും വിശ്വസിച്ച് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. എൻ്റെ തറവാടിൻ്റെ വാതിൽക്കൽ രണ്ടുപേർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. യക്ഷി എന്നോട് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ അവർ രണ്ടുപേരും മൂത്രമൊഴിക്കാൻ പോയി. തന്ത്രപൂർവം ഞാൻ മെല്ലെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാടായതിനാൽ അതിൻ്റെ മുക്കും മൂലയും എനിക്ക് കാണാപ്പാടമായിരുന്നു. എവിടെ എന്താണെന്ന് എനിക്കറിയാം. പുറകിൽ ഒരു ജനലുണ്ടായിരുന്നു. അവിടെ നിന്ന് എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ അവിടെ നിന്നും അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ മുകളിലത്തെ നിലയിലേക്ക് നടന്നു. അവിടെയായിരുന്നു ഞാൻ കിടന്നുറങ്ങാറുണ്ടായ എൻ്റെ രാജകീയ കിടപ്പുമുറി. ഞാനൊരു രാജകുമാരനെ പോലെ ജീവിച്ച കിടപ്പുമുറി. എല്ലാത്തരം സുഖഭോഗങ്ങളും ഉണ്ടായിരുന്നു. ആ കിടപ്പുമുറി ഇപ്പോൾ ഗിരിധരന്റെ മുറിയാണ്. ഞാൻ പതിയെ വാതിൽ തുറന്നു. ഗിരി അതാ മദ്യപിച്ച് കട്ടിലിൽ കിടക്കുന്നു. ഞാനൊരു കസേര വലിച്ച് അവൻ്റെ അടുത്തിരുന്നു. അപ്പോഴാണ് യക്ഷി സൂക്ഷ്മരൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കണ്ടത്. ഒരു തലയിണ പറന്നുപോയി ഗിരിധരന്റെ മുഖത്ത് അമർന്നു. അതിനുശേഷം അവന്റെ മേൽ അടിയും ഇടിയും ചൊരിയാൻ തുടങ്ങി. ഏകദേശം 10 മിനിറ്റ് അവന്റെ ശരീരത്തിൽ അവൾ രുദ്രതാണ്ഡവമാടി. അവളൊന്ന് അടങ്ങിയപ്പോൾ ഞാൻ മുഖത്തു നിന്ന് തലയണ മാറ്റി. അവൻ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ചാടി എഴുന്നേറ്റ് എൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. ഇനി അടി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പതിയെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നെ കണ്ടയുടനെ അവൻ എന്നെ തിരിച്ചറിഞ്ഞു. ചെകുത്താൻ കുരിശു കണ്ട പോലെ അവൻ എന്നെ തന്നെ നോക്കി നിന്നു. ഉണ്ണി, അയാൾ അറിയാതെ വിളിച്ചുപോയി. അപ്പോ നിനക്കെന്നെ അറിയാമല്ലേടാ? അതും പറഞ്ഞുകൊണ്ട് ഞാൻ അവന്റെ ചെകിട്ടത്ത് ഒന്ന് പൊട്ടിച്ചു. ഇനി ഒരടി പോലും താങ്ങാൻ അവന്റെ ശരീരത്തിന് കെൽപ്പില്ലായിരുന്നു. ഇടിച്ച് പപ്പടം പൊടിക്കും പോലെ യക്ഷി അവനെ പെരുമാറിയിട്ടുണ്ട്. അധികം വൈകാതെ അവൻ എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണി, എന്നെ ഇനി ഉപദ്രവിക്കരുത്. ഞാൻ നിന്നോട് ചെയ്തത് ചതിയാണ്. എന്നെ ജീവനോടെ വിട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എനിക്ക് അവനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആ രാത്രി തന്നെ അവനെക്കൊണ്ട് എൻ്റെ വീടിൻ്റെയും സകല സ്വത്തുക്കളുടെയും ആധാരം കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ കുറച്ചു സമയത്തിനുള്ളിൽ എല്ലാം കൊണ്ടുവന്നു. ആധാരം പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇതുവരെ അവൻ്റെ പേരിലേക്ക് ഒന്നും മാറ്റിയിട്ടില്ല. പവർ ഓഫ് അറ്റോർണിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവൻ എല്ലാത്തിൻ്റെയും ഉടമയായി തുടർന്നത്. എന്നാലും ഒരു വക്കീലിനെ കൊണ്ട് വെരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ യക്ഷി ഗിരിധരന്റെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇപ്പോൾ അവൻ എനിക്ക് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അവൾ എന്നോട് തിരിച്ചു പോകാൻ ആജ്ഞാപിച്ചു. എല്ലാ പേപ്പറുകളുമായി ഞാൻ രാമന്റെ കുടിലിൽ തിരിച്ചെത്തി. അതിരാവിലെ തന്നെ ടൗണിലേക്ക് മടങ്ങി. ടൗണിലെത്തിയതും യക്ഷിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും നല്ല അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശങ്കർ മേത്തയെ കാണുകയും എല്ലാ പേപ്പറുകളും കാണിച്ച് കഥ മുഴുവൻ അയാളെ ധരിപ്പിക്കുകയും ചെയ്തു. അയാൾ എല്ലാ രേഖകളും നിയമപരമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയും എന്നോട് 5000 രൂപ ഫീസ് ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ നിയമ നടപടികളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ കുറഞ്ഞത് 2-3 വർഷമെങ്കിലും എടുക്കും എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ യക്ഷിയോട് എൻ്റെ സംശയം ചോദിച്ചു. അവൾ സമ്മതം നൽകി. ഞാൻ വക്കീലിന് 2000 രൂപ അഡ്വാൻസ് കൊടുത്തു. വക്കീൽ രേഖകളിൽ നിന്ന് സ്വത്തിന്റെ ആധാരങ്ങൾ പുറത്തെടുത്തു. അതുപ്രകാരം എല്ലാ സ്വത്തും ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെയാണ്. അമ്മയുടെ മരണശേഷം ഏക നോമിനി ഞാനായിരുന്നു. അഡ്വക്കേറ്റ് ശങ്കർ മേത്ത നിസ്സാരക്കാരൻ ആയിരുന്നില്ല. അയാൾ എൻ്റെ മുന്നിൽ ഒരു ഒന്നൊന്നര ഐഡിയ വെച്ചു. കോടതിയിൽ കേസ് കൊടുത്ത് അവനെ അകത്താക്കാൻ സമയമെടുക്കും. പണവും നല്ലോണം ചെലവാകും.
അതുകൊണ്ട് പോലീസുകാരുടെ സഹായം തേടാം. അവരെ എന്റെ വശത്താക്കിയാൽ പിന്നെ അവനെ കുടുക്കാൻ എളുപ്പമാണ്. അവനുൾപ്പെട്ട ഏതെങ്കിലും കേസിൽ അവനെ കുടുക്കി ശിഷ്ടകാലത്തേക്ക് അകത്താക്കാം. ഞാൻ അയാളോട് ചോദിച്ചു, ഇതിന് എത്ര ചെലവാകും? അയാൾ മറുപടി പറഞ്ഞു, ഏകദേശം 20,000. അതൊരു വലിയ തുകയായിരുന്നു. ഞാൻ യക്ഷിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവൾ അനുകൂലമായ ഉത്തരം തന്നു. ഇനി കൂടുതൽ ചിന്തിക്കണ്ട. രാമന്റെ മകളുടെ കേസ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിനാൽ ഞാൻ അവളെക്കുറിച്ച് അഭിഭാഷകനോട് പറഞ്ഞു. വക്കീൽ എല്ലാം കേട്ട് സന്തോഷിച്ച് എന്റെ കൈപിടിച്ചു പറഞ്ഞു, നിങ്ങളൊന്നും അറിയേണ്ട സ്വാമി. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ വീട്ടിൽ വീണ്ടും താമസിക്കുമെന്ന് ഉറപ്പിച്ചോളൂ. ആ അലവലാതിയെ തുരത്താൻ ഇതുമതി. ഞാൻ അയാളെ പൂർണ്ണമായി വിശ്വസിച്ചില്ല. പക്ഷേ യക്ഷിയുടെ ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അയാളെ പകുതി വിശ്വസിച്ചു. ഞാൻ അയാൾക്ക് ഒരു 20,000 രൂപ കൂടി നൽകി. പണ്ടുകാലം മുതൽക്കേ പോലീസിൽ അഴിമതി നടക്കുന്നുണ്ട്. അതിപ്പോഴും അതുപോലെ തുടരുന്നു. നമ്മുടെ രാജ്യത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം കൊടുത്താൽ എന്ത് ജോലിയും നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ശങ്കർ മേത്ത ഒരു ഉന്നത അധികാരിയുമായി ബന്ധപ്പെടുകയും മുഴുവൻ കാര്യങ്ങളും സജ്ജമാക്കുകയും ചെയ്തു. രാമൻ പരാതി നൽകിയ അതേ പോലീസ് സ്റ്റേഷനിലേക്ക് മേത്ത രാമനെ കൊണ്ടുപോയി. രാമനെ കണ്ടതും പോലീസുകാർക്ക് വീണ്ടും ദേഷ്യം വന്നു. പക്ഷേ വക്കീലിനെ കണ്ടപ്പോൾ CI അല്പം തണുത്തു. വക്കീൽ നിയമഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ സംഗതി സങ്കീർണമാകാൻ പോകുകയാണെന്ന് CIക്ക് മനസ്സിലായി. വക്കീലിന്റെ കുറച്ച് ലോ പോയിന്റ്സ് കൂടി കേട്ടപ്പോൾ CI ഉടനെ തന്നെ FIR എഴുതുകയും വക്കീൽ പറഞ്ഞുകൊടുത്ത എല്ലാ ക്ലോസുകളും ഇടുകയും ചെയ്തു. നോട്ടീസ് ഉടനെ ഗിരിധരനെ തേടിപ്പോയി. കാര്യങ്ങളൊക്കെ ശടപടയെന്ന് നടന്നു. അന്ന് പരസ്യം കൊടുക്കാൻ പോയ പത്രക്കാരനെ വിളിച്ച് നല്ലൊരു കിടുക്കൻ വാർത്തയും കൊടുപ്പിച്ചു. നാടുമൊത്തം എന്റെ തിരിച്ചുവരവിന്റെയും ഗിരിധരന്റെ ചതിയെയും പറ്റി സംസാരിച്ചു. രാമന് സമാധാനമായി. ഒടുവിൽ തന്റെ മകളുടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഗിരിധരന്റെ ഗുണ്ടകളെ പലയിടത്തു നിന്നും പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലിട്ട് നല്ലോണം പെരുമാറി. രാമൻ ഇത് കാണാൻ വേണ്ടി ഓരോ കാരണം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അയാൾ അതുകണ്ട് സംതൃപ്തി അണഞ്ഞു. ക്രമേണ ഗിരിധരനും കൂട്ടാളികളും കുറ്റം സമ്മതിച്ചു. അവർക്ക് ആജീവനാന്തം ജയിൽ ശിക്ഷ വിധിച്ചു. വക്കീൽ പറഞ്ഞതുപോലെ 15 ദിവസത്തിനു ശേഷം ഞാൻ എന്റെ തറവാട്ടിലേക്ക് താമസം മാറി. എന്റെ തറവാട് ഞാൻ കൺകുളിർക്കെ ആസ്വദിച്ചു. അതിന്റെ ഓരോ മുറികളും വാതിലും ജനാലയും എന്റെ അമ്മ അലങ്കരിച്ച ഓരോന്നും ഞാൻ വീണ്ടും വീണ്ടും കണ്ടു. യക്ഷിയുടെ കൃപയും മാർഗനിർദ്ദേശവും കൊണ്ട് ആ സ്വത്തൊക്കെയും എനിക്ക് തിരികെ കിട്ടി. രാമൻ എന്റെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം സ്വീകരിച്ചു. പക്ഷേ പഴയതുപോലെ ഞാൻ ആരെയും കണ്ണടച്ച് വിശ്വസിച്ചില്ല. കാലചക്രം പതുക്കെ കറങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ മാസത്തിന്റെ പകുതി ഗ്രാമത്തിലും ബാക്കി പട്ടണത്തിലേക്കുമായി മാറ്റിവെച്ചു. ഗ്രാമത്തിലും നഗരത്തിലും എന്റെ പേര് അറിയപ്പെട്ടു. വലിയ വലിയ ഫ്ലെക്സുകൾ, പരസ്യങ്ങൾ, വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. സിനിമാക്കാർ, രാഷ്ട്രീയക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ ലെവലിലുമുള്ള ആൾക്കാരും എന്റെ കസ്റ്റമേഴ്സായി. ഞാൻ പതുക്കെ ത്രികാല ജ്യോതിഷത്തിന്റെ പ്രതിപുരുഷനായി മാറി. ഭാവി കാണാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഭൂതകാല സംഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തി ഭൂതകാലത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് 3 സമയത്തെക്കുറിച്ചും അറിയാമെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. എന്റെ യാഥാർത്ഥ്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ ത്രികാലജ്ഞാനി എന്ന് വിളിക്കപ്പെടുന്നതിന്റെ സന്തോഷം മറ്റൊന്നാണ്. പക്ഷേ എല്ലാ സന്തോഷങ്ങൾക്കും ഒരു പരിമിതിയുണ്ട്. പൈശാചികമായ ഒരു ആനന്ദത്തിന്റെ ഇരയാണ് ഞാനെന്നും ആ ആനന്ദം എന്റെ ആത്മാവിനെയും ശരീരത്തെയും തുടർച്ചയായി തളർത്തിക്കൊണ്ടിരുന്നു. രാമനും ബാക്കിയുള്ള സേവകരും ഇപ്പോൾ എന്റെ വിവാഹത്തെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു. അവർ എന്നോട് പലതവണ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറും. യഥാർത്ഥത്തിൽ എനിക്കെന്റെ അവസ്ഥ അറിയാമായിരുന്നു. യക്ഷിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ എന്റെ ശരീരം ഉണരുകയുള്ളൂ. ബാക്കി സമയമത്രയും നിർജീവമായിരുന്നു. എനിക്ക് ഒരു തരത്തിലുള്ള ആവേശവും തോന്നിയില്ല. എന്റെ ശരീരവും മനസ്സും തമ്മിൽ പിണങ്ങിയിരിക്കും പോലെയാണ് എന്റെ ജീവിതം ഇപ്പോൾ. ഗുരു വളരെ കഷ്ടപ്പെട്ടാണ് എന്നെയും ലീലയെയും രക്ഷിച്ചത്. ഇനി എന്നെ രക്ഷിക്കാൻ വരില്ലെന്നും മുന്നറിയിപ്പ് നൽകി. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു തെറ്റ് എന്നെ മരണമുഖത്തേക്ക് തിരികെ കൊണ്ടുവന്നേക്കാം. അതിനാൽ ഞാനിപ്പോൾ യക്ഷിയുടെ ദാസനായി ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിച്ചു.
ഒരു പ്രസിദ്ധനായ ജ്യോതിഷിയുടെ കഥയുണ്ട്. അദ്ദേഹം വളരെ സത്യസന്ധമായി തന്റെ കർമ്മങ്ങൾ ചെയ്തു. അയാൾ നിരന്തരം ജ്യോതിഷം പഠിച്ചുകൊണ്ടിരുന്നതിനാൽ അയാൾക്ക് ജാതകത്തിലൂടെ വളരെ കൃത്യമായി പ്രവചനങ്ങൾ പറയാനുള്ള കഴിവ് ലഭിച്ചിരുന്നു. ജാതകം കാണുമ്പോൾ ആ വ്യക്തിയുടെ ഭാവി ഒരു സിനിമ പോലെ അയാളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഒരു ദിവസം അയാൾ തന്റെ മകളുടെ ജാതകം നോക്കാൻ തീരുമാനിച്ചു. അയാൾക്ക് ആ മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാലാരിഷ്ടമുണ്ടാകുമെന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ ജാതകം പൊതുവെ ജ്യോതിഷികൾ നോക്കാറില്ല. എന്നാൽ ഇപ്പോൾ അവൾ വളർന്നു വലുതായി. അതുകൊണ്ട് അയാൾ അവളുടെ ജാതകം വളരെ ശ്രദ്ധയോടെ നോക്കി. അവളുടെ ജാതകം കണ്ടപ്പോൾ അയാൾക്ക് മിന്നലേറ്റതുപോലെയായി. കൃത്യം 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ മരണം ഉറപ്പായും സംഭവിക്കാൻ പോവുകയാണ്. വളരെ ആരോഗ്യമുള്ള ഒരു പെൺകുട്ടി എങ്ങനെ പെട്ടെന്ന് മരിക്കും? അയാൾക്ക് ഈ കാര്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ രാശിപലകയിൽ കാണുന്നത് ഇതാണ്. അയാൾ വീണ്ടും വീണ്ടും ജാതകം നോക്കി. അതിന്റെ പ്രതിവിധിയുണ്ടോ എന്ന് അയാൾ തിരഞ്ഞു. തന്റെ പക്കൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും തിരഞ്ഞു. ഒന്നിലും അയാൾക്ക് പ്രതിവിധി കണ്ടെത്താൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട മകളുടെ വേർപാടിനെക്കുറിച്ച് ചിന്തിച്ച് അയാൾ അനുദിനം വിങ്ങി. ഭാര്യ മരിച്ചതിനു ശേഷം ഈ മകൾ മാത്രമായിരുന്നു അയാളുടെ ജീവിതത്തിന്റെ ഏക ആശ്രയം. അവൾക്ക് 21 വയസ്സായിരുന്നു. ടൗണിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. അതുകഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ജോലി, പിന്നെ എല്ലാ ആഘോഷങ്ങളോടും കൂടി അവളുടെ കല്യാണം. ഇതൊക്കെയായിരുന്നു ആ പാവത്തിന്റെ ആഗ്രഹങ്ങൾ. അവൾ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ മുഴുവൻ സമയവും ജ്യോതിഷത്തിന് നൽകുമെന്നായിരുന്നു അയാളുടെ തീരുമാനം. പക്ഷേ വിധി. അതിനെ മാറ്റാൻ ഒരു ജ്യോതിഷിക്കും മന്ത്രവാദിക്കും ആൾദൈവങ്ങൾക്കും സാധിക്കില്ല. 2 മാസത്തിനു ശേഷം ക്ലാസ് കഴിഞ്ഞെത്തിയ ആ കുട്ടി തളർന്നു വീണു. സൂര്യാഘാതമേറ്റ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. സയൻസ് ആൻഡ് മെഡിക്കൽ സയൻസിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാകുമെന്ന് ഒരു നിമിഷം അയാൾ വിചാരിച്ചു. പക്ഷേ ശാസ്ത്രത്തിനും അവളെ രക്ഷിക്കാനായില്ല. ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം അവൾ മരിച്ചു. ഈ സംഭവം ജ്യോതിഷിയെ വല്ലാതെ അസ്വസ്ഥനാക്കി. 1 മാസത്തോളം അയാൾക്ക് ഈ ഞെട്ടൽ സഹിക്കാനായില്ല. പിന്നീട് ക്രമേണ സാധാരണ നിലയിലാകാൻ തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം തന്റെ എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളും ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ഗംഗയിലൊഴുക്കി. ജ്യോതിഷം ഉപേക്ഷിച്ചു. ആ ദിവസത്തിന് ശേഷം അയാൾ ആരുടെയും ജാതകം നോക്കുകയോ ആരുടെയും ഭാവി പ്രവചിക്കുകയോ ചെയ്തില്ല. ഈ സംഭവം അദ്ദേഹത്തെ ജ്യോതിഷത്തിനും പ്രവചനങ്ങൾക്കും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ജ്യോതിഷം, മന്ത്രവാദം, ആഭിചാരം, മനുഷ്യക്കുരുതി, അങ്ങനെ എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നു? ഇതെല്ലാം ചെയ്യുന്ന ഇവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങളില്ലേ? ഇവർ ദൈവത്തിന് അത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ ഇവർക്കെന്തുകൊണ്ട് ദൈവം സ്വർഗീയ സുഖങ്ങൾ നൽകുന്നില്ല? ഭൂതം, ഭാവി, സ്ഥിതി, ഇതൊന്നും ഒരു മനുഷ്യന്റെയും കയ്യിലല്ല. ഇതെല്ലാം കാലത്തിന്റെ കൈകളിലാണ്. ഇതെല്ലാം ജീവിച്ചു തീർക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ കർമ്മം. ഇവിടെ രാമനും മറ്റുള്ളവരും എന്റെ വിവാഹത്തിന് ഒരു പെൺകുട്ടിയെ നോക്കുകയായിരുന്നു. ഒരു ദിവസം അങ്ങനെയിരിക്കുമ്പോൾ എന്റെ കണ്ണുകൾ അമ്മയുടെ ചിത്രത്തിൽ ചെന്നു പതിച്ചു. പെട്ടെന്ന് എനിക്ക് എന്റെ അമ്മയുടെ ഭൂതകാലം കാണണം എന്ന ചിന്ത മനസ്സിൽ വന്നു. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. കാരണം ഞാൻ കണ്ടെത്താൻ പോകുന്നത് എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു. ഭൂതകാലത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ യക്ഷിയോട് ഞാൻ ആവശ്യപ്പെട്ടു. അപരന്റെ ജീവിതം ഒരു സിനിമ പോലെ എന്റെ മുന്നിൽ തെളിഞ്ഞുവരുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു. അമ്മയെപ്പറ്റി ചോദിച്ചപ്പോൾ അതും അങ്ങനെ തന്നെ വ്യക്തമായി പറഞ്ഞു തന്നു. അല്ല, കാണിച്ചു തന്നു. മനസ്സിൽ തെളിഞ്ഞുവന്ന ചിത്രത്തിൽ അമ്മയ്ക്ക് ഏകദേശം 10-12 വയസ്സ് പ്രായം കാണും. വിധവയായ അമ്മയോടൊപ്പം ഒരു കുടിൽ പോലെയുള്ള സ്ഥലത്താണ് അവൾ താമസിച്ചിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവളുടെ അമ്മ മരിച്ചു. അവൾ അവളുടെ അമ്മാവന്റെ അടുത്തേക്ക് പോയി. അവിടെ വെച്ചാണ് അവൾ എന്റെ അച്ഛനായ മഹാജ്യോതിഷിയെ വിവാഹം കഴിച്ചത്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലേക്ക് വന്നു എന്റെ അമ്മ. അന്നത്തെ എന്റെ അച്ഛന്റെ പ്രായം അമ്മയേക്കാൾ ഇരട്ടിയായിരുന്നു. വിവാഹശേഷം അമ്മ ഗർഭം ധരിക്കുകയും ഏതാനും മാസങ്ങൾക്ക് ശേഷം ഗർഭം അലസുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ 2-3 തവണ തുടർന്നപ്പോൾ അമ്മ അച്ഛനോട് അസ്വസ്ഥയായി. അത്തരമൊരു സാഹചര്യത്തിൽ വീട്ടിലെ വേലക്കാരൻ ചോമനുമായി എന്റെ അമ്മ അടുത്തു. എന്റെ അച്ഛന്റെ ആരോഗ്യവും അപ്പോഴേക്കും വഷളായിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടത്
ഒരു മകനും കാണാൻ കഴിയാത്തതായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ അമ്മ തന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ചോമന്റെ കുടിലിലേക്ക് പോകുന്നതായിരുന്നു. ശേഷം അമ്മ ഗർഭിണിയായി. ഞാൻ ജനിച്ചു. ഞാനിപ്പോൾ കണ്ടത് എൻ്റെ ജന്മരഹസ്യമാണ്. എൻ്റെ അമ്മയോടൊപ്പം മണ്ണിലലിഞ്ഞ എൻ്റെ ജന്മരഹസ്യം. ഞാൻ എൻ്റെ വീട്ടിലെ വേലക്കാരൻ്റെ സന്തതിയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അവിഹിതത്തിൽ ഉണ്ടായതാണ്. ഈ സത്യം എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി. എല്ലാ ദുഷ്പ്രവൃത്തികളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എങ്കിലും അപ്പോഴും ബ്രാഹ്മണനാണെന്ന അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. മഹാമാന്ത്രികനും ത്രികാലജ്ഞാനിയുമായ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ പാരമ്പര്യമാണ് എനിക്കെന്ന് ഞാൻ അഹങ്കരിച്ചു. എൻ്റെ ആ അഭിമാനം അലിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ എനിക്ക് ജ്യോതിഷത്തിൽ വലിയ താല്പര്യം തോന്നിയില്ല. ഓരോ തവണയും അതേ രംഗം വീണ്ടും വീണ്ടും മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ എന്നെ തന്നെ വെറുത്തു തുടങ്ങി. രാത്രിയിൽ അവളുടെ ഭോഗവും കൂടിയാകുമ്പോൾ എനിക്ക് മരിച്ചാൽ മതിയെന്നായി. ഓരോ തവണയും അവളെന്നെ ഭോഗിച്ചപ്പോൾ എനിക്ക് രക്തസ്രാവം കൂടിക്കൂടി വന്നു. ചിലപ്പോൾ ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കും. ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്റെ ജനന രഹസ്യം അറിഞ്ഞതു മുതൽ എന്നിൽ ആത്മഹത്യാ പ്രവണതയും കൂടിത്തുടങ്ങി. എനിക്ക് ആളുകളുടെ മുഖം നോക്കാൻ സാധിക്കാതായി. ഈ കുറ്റബോധവും വെറുപ്പും കാരണം ഒരു ദിവസം ഞാൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുന്നിൽ ചാടി. എന്നിട്ടും എനിക്ക് മരിക്കാൻ കഴിഞ്ഞില്ല. യക്ഷി എന്നെ രക്ഷിച്ചു. ഈ അപകടത്തിൽ എന്റെ ഇടതുകാലിന് ഗുരുതരമായി പരിക്കേറ്റു. ക്രമേണ പഴുപ്പ് മുകളിലേക്ക് കയറിയത് കാരണം കാൽമുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്തു. ഇപ്പോൾ ഞാൻ വികലാംഗനായിരിക്കുന്നു. എന്നിട്ടും യക്ഷിയുടെ ആസ്വാദനം തുടർന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും അവളെന്നെ വിട്ടില്ല. പിറ്റേന്ന് മുതൽ രക്തസ്രാവം തുടങ്ങി. ഡോക്ടർമാർ ഒരുപാട് അന്വേഷണം നടത്തിയെങ്കിലും ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1.5 മാസത്തോളം ചികിത്സ തുടർന്ന ശേഷം 1.25 ഞാൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നത് എനിക്ക് ഒരു വിഷമകരമായ കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പട്ടണത്തിലെ ഓഫീസ് അടച്ചത്. ഇപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഗ്രാമത്തിലെ വീട്ടിൽ വെച്ച് മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. ആളുകളെ കണ്ടുമുട്ടുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പണവും പ്രശസ്തിയും ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഞാൻ എൻ്റെ ഫീസ് കൂട്ടി. ഇപ്പോൾ എൻ്റെ ഫീസ് 5000 ഇത്രയും ഫീസ് വാങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ കുറവായിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ എൻ്റെ കട്ടിലിൽ കിടന്ന് എന്നെ തന്നെ ശപിക്കും. ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? കരണപിശാചിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ കൊണ്ടുവന്ന പണവും പ്രശസ്തിയുമാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ തലവേദന. ഈ പ്രശസ്തി എനിക്ക് വേണ്ട. ഈ പണം കൊണ്ട് എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഒരു സുഖവും നൽകാനാവുന്നില്ല. എന്റേതെന്ന് പറയാൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ല. ഒരു ഭാര്യയോ കുഞ്ഞോ പോലുമില്ല. ഉണ്ടാവുകയുമില്ല. കൂട്ടിന് ആരെയെങ്കിലും നിർത്തിയാലോ എന്ന് ചിന്തിക്കുമ്പോൾ അവൾ ലീലയോട് പെരുമാറിയ രീതി ഓർമ്മ വരും. മൊത്തത്തിൽ ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ ജീവിതം നരകതുല്യമായി മാറിയിരിക്കുന്നു. സ്വന്തം മൃതശരീരം ചുമലിലേറ്റി ഞാൻ കറങ്ങുകയാണ്. ഇന്നെനിക്ക് എല്ലാമുണ്ട്. പക്ഷേ ഒന്നുമില്ല. സമൂഹത്തിന്റെ കണ്ണിൽ ഞാൻ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ അറിവുള്ള ഒരു ജ്യോതിഷിയാണ്. ഞാൻ സമ്പന്നനാണ്. എന്നാൽ എൻ്റെ കണ്ണിൽ ഞാൻ വല്ലാതെ വീണുപോയി. വിവാഹം കഴിക്കാൻ കഴിയില്ല. ഞാൻ ബലഹീനനാണ്. യക്ഷിക്ക് വഴങ്ങാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് വൈകല്യമുണ്ട്. രക്തസ്രാവം മൂലം വിഷമിക്കുന്നു ഞാൻ. ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല. ആരാധിക്കാൻ പറ്റില്ല. മന്ത്രങ്ങൾ വായിക്കാൻ കഴിയില്ല. ഞാനൊരു ഗൃഹനാഥനല്ല. ഞാനൊരു സന്യാസിയല്ല. ഞാൻ എന്താണ് എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനും ഒരു യക്ഷിയായി പോയി എന്ന് ചിലപ്പോൾ തോന്നും. എൻ്റെ ജീവിതം മടുത്തു. എനിക്ക് ഈ ശരീരം വിടണം. പക്ഷേ യക്ഷി എന്നെ മരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഞാൻ അത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുമ്പോഴെല്ലാം അവളത് പരാജയപ്പെടുത്തുന്നു. ഒപ്പം എൻ്റെ ചെവിയിൽ വന്നു മന്ത്രിക്കും. നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നീ ചെറുപ്പമാണ്. ഞാനത് ആസ്വദിക്കും. നിന്റെ ശരീരം ജീർണിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ എന്നോടൊപ്പം ഞങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ എനിക്ക് കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയ കൂട്ടുകാരെ, ഈ കഥ അനിൽ ശേഖർ എന്ന കഥാകൃത്ത് ഹിന്ദി ഭാഷയിൽ എഴുതിയ ജ്യോതിഷാചാര്യയും പിശാചിനിയും എന്ന കഥയുടെ
മലയാള പരിഭാഷയാണിത്. ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാര്യസാധനത്തിനും നിലനിൽപ്പിനും വേണ്ടി എന്തും ചെയ്യുമ്പോൾ ഓർക്കുക, ഒരിക്കൽ അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.